ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ പരിശുദ്ധ ഇസ്ലാം എന്ന അല്ലാഹു നമുക്ക് തൃപ്തിപ്പെട്ടു നൽകിയ ദീനുണ്ടല്ലോ. യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ-ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. പരിശുദ്ധ ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി ഞാൻ തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു. ആരെങ്കിലും ഇസ്ലാം അല്ലാത്തൊരു മതത്തെ ദീനായി അവലംബിക്കുകയാണെങ്കിൽ അവനിൽ അത് സ്വീകരിക്കപ്പെടുന്നതല്ല, പരലോകത്ത് അവൻ നഷ്ടക്കാരിൽ പെട്ടുപോകുന്നതാണ്. അല്ലാഹുവിന്റെ അടുത്ത് മതമെന്ന് പറയുന്നത് മതമായി പരിഗണിക്കപ്പെടുന്നത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു തൃപ്തിപ്പെട്ടു നൽകിയ ദീനുണ്ടല്ലോ, പരിശുദ്ധ ഇസ്ലാം ഉണ്ടല്ലോ, മുസ്ലിം എന്ന നാമമുണ്ടല്ലോ, മുസ്ലിം എന്ന അവസരമുണ്ടല്ലോ. ആ മതത്തിന് പ്രാബല്യം നൽകാമെന്നാണ് അല്ലാഹു പറയുന്നത്. ആ മതത്തിന് പ്രാബല്യം നൽകാം. ലോകം മുഴുവൻ മുസ്ലിങ്ങൾ ദൗർബല്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടം വന്നു കഴിഞ്ഞാൽ വിശക്കുന്ന മനുഷ്യർ നാല് ഭാഗത്തും നിന്നുകൊണ്ട് തരികയിലേക്ക് ഭക്ഷണം തരികയിലേക്ക് കൈനീട്ടുന്നത് പോലെ എന്റെ ഉമ്മത്തിലേക്ക് മറ്റുള്ളവർ കൈനീട്ടുമെന്നും ഉപദ്രവിക്കുമെന്നും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്വഹാബത്ത് പ്രവാചകനോട് തിരിച്ചു ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആ സമയത്ത് മുസ്ലിങ്ങളുടെ അഹങ്കാരം കുറവായിരിക്കുമോ, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, എണ്ണത്തിനൊരു കുറവും ഉണ്ടാവുകയില്ല. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന തരത്തിൽ മുസ്ലിങ്ങൾ എന്ന് വളർന്നിട്ട് പ്രിയപ്പെട്ടവരെ, എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുകയാണ്, പക്ഷേ അവരെ വഹയിനെ ബാധിച്ചിട്ടുണ്ടാകും. എന്താണ് ആ വഹന്? ദുനിയാവിനോടുള്ള ഇഷ്ടവും മരണത്തോടുള്ള അമിതമായ വെറുപ്പുമാണ്. പ്രിയപ്പെട്ടവരെ, ദൗർബല്യം ലോകം മുഴുവനുള്ള മുസ്ലിം ഉമ്മത്തിന്റെ മഹാഭൂരിപക്ഷത്തിനും പിടികൂടിയിരിക്കുകയാണ്. നമുക്ക് തന്നെ നമ്മുടെ നാട്ടിൽ ഓമന പേരുണ്ട്, മുസ്ലിം ഉമ്മത്തിന്റെ ഓമന പേരുണ്ട്. OBC എന്നാണ് ഓമന പേര്. അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, മറ്റു പിന്നാക്ക സമുദായം. മുസ്ലിം ഉമ്മത്തിൽ പിന്നാക്കം നിൽക്കുന്നവരാണോ? അറിവിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഏത് വിഷയത്തിലായാലും മുസ്ലിം ഉമ്മത്ത് പിന്നോക്കം നിൽക്കേണ്ടവരാണോ? അറിവിന്റെ വിഷയത്തിൽ ഏത് തരത്തിലുള്ള അറിവാകട്ടെ, പ്രിയപ്പെട്ടവരെ, ദീനിന്റെ വിഷയത്തിലാകട്ടെ, ഖുർആനാകട്ടെ, കിതാബാകട്ടെ, ശാസ്ത്രമാകട്ടെ, ഗവേഷണമാകട്ടെ, ഏത് വിഷയത്തിലും പിന്നാക്കം നിൽക്കുന്നവരാണോ മുസ്ലിം? ഒരിക്കലുമല്ല. പക്ഷെ മുസ്ലിം ഉമ്മത്ത് പിന്നാക്കം നിന്ന് പോകുകയാണ്, ദുർബലരായി മാറുകയാണ്, ദൗർബല്യം അവരെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ വാഗ്ദാനം എന്താണെന്ന് അറിയുമോ? നിങ്ങൾക്ക് അല്ലാഹു തൃപ്തിപ്പെട്ടു നൽകിയ ഈ മതമുണ്ടല്ലോ, ഈ മതത്തിന് പ്രാബല്യവും പ്രാധാന്യവും നൽകാം. മൂന്നാമതായി അല്ലാഹു നൽകുന്ന വാഗ്ദാനം എന്താണെന്ന് അറിയുമോ? നിങ്ങൾക്ക് ഒരുപാട് ഭയപ്പാടുണ്ട്, ഒരുപാട് പേടികൾ അലട്ടുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും സമാധാനത്തിലാണ്. ഞങ്ങൾ ആക്രമിക്കപ്പെടുമോ, ഞങ്ങൾ ഭവനവേദന നടത്തപ്പെടുമോ, ഞങ്ങളുടെ സ്വത്ത് അപഹരിക്കപ്പെടുമോ, ഞങ്ങളുടെ ഇടകൾ ആക്രമിക്കപ്പെടുമോ, ഞങ്ങളുടെ മക്കൾ അപഹരിക്കപ്പെടുമോ എന്നിത്യാദിയുള്ള ഭയപ്പാടോടുകൂടിയാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നാൽ ഒരുപാട് ഭയപ്പാടുകൾക്ക് ശേഷം നിങ്ങൾക്ക് ഞാൻ നിർഭയത്വം നൽകാം. ശ്രീകൃഷ്ണത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, 3 വാഗ്ദാനമാണ് അല്ലാഹു ഇവിടെ നൽകിയത്. സൂറത്തുൽ നൂറിലെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു 3 വാഗ്ദാനങ്ങൾ നൽകുകയാണ്. ഒന്നാമത്, നിങ്ങളുടെ മുൻഗാമികൾക്ക് അനന്തരം കൊടുത്തതുപോലെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അവകാശപ്പെട്ടതെല്ലാം അനന്തരം നൽകാം. രണ്ടാമത്തത്, നിങ്ങൾക്ക് അല്ലാഹു തൃപ്തിപ്പെട്ടു നൽകിയ മതത്തിന് പ്രാബല്യം നൽകാം. മൂന്നാമത്തത്, നിങ്ങൾക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിർഭയത്വത്തെ അമ്മിനെ തിരിച്ചു പകരം തരാം. ഭയപ്പാടിന് പകരം അമ്മിനെ നൽകാം, നിർഭയത്വം നൽകാം. ഇതിന് പകരമായി അല്ലാഹു നമ്മോട് ചെയ്യാൻ പറഞ്ഞതെന്താണ്? ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്നെ ആരാധിക്കുക,
എന്നെ നിങ്ങൾ ആരാധിക്കുക. ഏത് രീതിയിൽ ആരാധിക്കുക? നിങ്ങൾ ഒരുപാട് നിസ്കരിക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഒരുപാട് സുന്നത്ത് നോമ്പെടുക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഒരുപാട് നേരം ഖുർആനിൽ ഓതണമെന്നല്ല പറഞ്ഞത്. യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത രീതിയിൽ നിങ്ങൾ എന്നെ ആരാധിച്ചു കഴിഞ്ഞാൽ, ശിർക്കിൽ നിന്ന് നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ, ശിർക്ക് എന്ന പാതകത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുനിന്ന് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറയുന്ന വാഗ്ദാനങ്ങൾ മുഴുവനും ഞാൻ നിറവേറ്റി തരാം. എത്ര കൃത്യമാണ് അല്ലാഹുവിന്റെ വചനം എന്ന് പരിശോധിച്ചു പ്രിയപ്പെട്ടവരെ. അല്ലാഹു പറയുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ നൽകാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കരാട്ട പഠിക്കണ്ട, കുംഫു പഠിക്കണ്ട, ആയുധപ്പയറ്റ് പഠിക്കണ്ട, ചാവേറുകളാവണ്ട, തീവ്രവാദികളാവണ്ട, ഭീകരവാദികളാവണ്ട, ഇതൊന്നും വേണ്ട. ഇതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നെ ആരാധിക്കുക, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക, പരിപൂർണ്ണ മുവഹ്ഹിദുകളായി ജീവിക്കാൻ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പറയുന്ന വാഗ്ദാനങ്ങളെല്ലാം കൃത്യമായി കിട്ടുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വാഗ്ദാനം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ മുസ്ലിം ഉമ്മത്തിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് അവരുടെ തൗഹീദ് നഷ്ടപ്പെട്ടു പോകുക എന്നതാണ്. അതിനേക്കാൾ വലിയൊരു ദുരന്തം തൗഹീദ് നഷ്ടപ്പെടുക എന്നതിനേക്കാൾ വലിയൊരു ദുരന്തം മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതത്തിൽ മറ്റൊന്നും സംഭവിക്കാനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ സമൂഹത്തെ ആർക്കും ചൂഷണം ചെയ്യാം, എന്ത് പറഞ്ഞിട്ട് ചൂഷണം ചെയ്യാം. പല വേദികളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു കിലോ നാരങ്ങയൊക്കെ 10,000-നും 20,000-നും വിൽക്കപ്പെടുന്ന വേദികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു മുമ്പിലേക്ക് 1000 ഉറുപ്പിയും 2000 ഉറുപ്പിയും വെച്ച് ലേലം ചെയ്ത് വിൽക്കുന്ന പരിപാടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ മുന്നിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിന് 1000-ഉം 2000-ഉം വില പറഞ്ഞിട്ട് വിൽക്കുന്ന സംഗതികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കുപ്പി തേനിന് 10,000 രൂപ വില പറഞ്ഞിട്ട് 25,000 വില പറഞ്ഞ് വിൽക്കുന്ന ഏർപ്പാടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് എന്തുകൊണ്ടാണ്? ഒരു സമുദായത്തിന് തൗഹീദ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ സമുദായത്തെ എങ്ങനെയും ചൂഷണം ചെയ്യാം, ഏത് രീതിയിലേക്കും കൊണ്ടുപോകാം. നിങ്ങൾക്കറിയോ ലോകത്തെ ഏറ്റവും വലിയ ജാറകൾ ഏതാണ്? ലോകാത്ഭുതങ്ങളിൽ ഒന്നായ പിരമിഡുകൾ, ഈജിപ്തിലെ പിരമിഡുകൾ. ആ പിരമിഡുകൾ യഥാർത്ഥത്തിൽ ജാറങ്ങളാണ്. അതിന്റെ നിർമ്മിതി എന്ന് പറയുന്നത് ലോക അത്ഭുതങ്ങളിൽ ഒന്നാണ്. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന ജാറം എന്ന് വേണമെങ്കിൽ പിരമിഡുകളെ പറയാം. ഈ പിരമിഡുകൾക്കുള്ളിൽ എന്താണുള്ളത്? മമ്മിഫൈ ചെയ്ത ഫറോവ ചക്രവർത്തിമാരുടെയും അവരുടെ റാണിമാരുടെയും മൃതദേഹങ്ങളാണ് അവിടെ കിടക്കുന്നത്. ഫറോവ ചക്രവർത്തിമാർ അവരുടെ അധികാരം നിലനിർത്തിയത് എങ്ങനെയാണ്? അവർക്കെന്തോ വലിയ ദിവ്യസിദ്ധിയുണ്ട്. സൂര്യപുത്രന്മാരാണ്. സൂര്യൻ ആരാധിക്കുന്ന, സൂര്യനെ ദേവനായി കാണുന്ന ആളുകൾ, ആ സൂര്യന്റെ പുത്രന്മാരാണ് ഫറോവ ചക്രവർത്തിമാർ എന്ന് വിശ്വസിക്കുകയും അവർക്ക് ദിവ്യത്വം കൽപ്പിക്കുകയും അവർക്ക് എന്തൊക്കെയോ അമാനുഷികമായ കഴിവുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും എന്നിട്ട് അവരെ പേടിച്ചനുസരിച്ച് അവരെ ചൊൽപ്പടിയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഈജിപ്തിൽ യുഗങ്ങളോളം നിലനിന്നിരുന്നത്. അതിന്റെ ഫലമായിട്ട് അവർ മരിക്കുമ്പോ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ജാറകളാണ് യഥാർത്ഥത്തിൽ പിരമിഡുകൾ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്ന ധിക്കാരിയും അഹങ്കാരിയുമായ ഫറോവ ചക്രവർത്തി, അയാളും അങ്ങനെ തന്നെയായിരുന്നു. അയാളുടെ അധികാരം അയാൾ നിലനിർത്തിയത് ഈ പറയുന്ന ചെപ്പടി വിദ്യകളും സിഹറും ഉപയോഗിച്ചിട്ടാണ് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്തുൽ അറാഫിന്റെ 106 മുതൽ 112 വരെയുള്ള വചനം നിങ്ങൾ പരിശോധിച്ചു നോക്കുക. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു അദ്ദേഹത്തിന് നൽകിയ വലിയ ദൃഷ്ടാന്തങ്ങളുമായി ഫിർഔന്റെ അടുത്തേക്ക് വന്നിട്ട് ആ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. ഫിർഔൻ ചോദിക്കുന്നു മൂസാ നബിയോട്, മൂസാ നീ പ്രവാചകനാണെന്ന് പറയുന്നു, നിനക്കൊരു റബ്ബുണ്ട് എന്ന് പറയുന്നു, അല്ലാഹു അല്ലാതെ ആരാധനയില്ല എന്ന് പറയുന്നു, ഇതിനൊക്കെ വല്ല തെളിവ് നിന്റെ കയ്യിലുണ്ടോ മൂസാ ചോദിച്ചപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടിയായിട്ട് فإذا هي ثعبان مبين ونزع يده فإذا هي بيضاء للناظرين. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വടി താഴേക്ക് ഇടുകയാണ്. ആ വടിയതാ പാമ്പായി ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങുന്നു. ونزع يده فإذا هي بيضاء للناظرين.
അദ്ദേഹത്തിന്റെ കൈകൾ ഇങ്ങനെ പുറത്തേക്ക് എടുത്തപ്പോ ആ കൈയതാ പ്രകാശിച്ചു കാണാൻ തുടങ്ങുകയാണ്. ഇത് രണ്ടും അള്ളാഹു കൊടുത്ത ദൃഷ്ടാന്തങ്ങളാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ വെളിവാക്കിയ മുഅ്ജിസത്താണ്. ഈ മുഅ്ജിസത്ത് കണ്ടപ്പോ ഫിർഔനിന്റെ ആ കൂട്ടത്തിലുള്ള പ്രമാണിമാരുടെ പ്രതികരണം എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫിർഔനിന്റെ ഖൗമിലുള്ള സമുദായത്തിലുള്ള പ്രമാണിമാര് പറയുകയാണ്, ഇന്ന ഹാദാ ലസാഹിറുൻ അലീം, ഇവൻ പഠിച്ച കള്ളനാണ്, ഇവൻ പഠിച്ച മാരണക്കാരനാണ്, മായാജാല വിദ്യക്കാരനാണ്. യുരീദു അൻ യുഖ്രിജകും മിൻ അർദികും ഫമാദാ തഅ്മുറൂൻ, ഇവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അങ്ങേയും അങ്ങയുടെ ആളുകളെയും ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നതാണ്. എന്നിട്ട് അവനും അവന്റെ ആളുകൾക്കും അധികാരം പിടിച്ചെടുക്കുക എന്നതാണ്. അതുകൊണ്ട് ഇവനെ എത്രയും പെട്ടെന്ന് നിറഞ്ഞാട്ടുക, ഇവനെ ഇവരുടെ സഹോദരനെയും എത്രയും പെട്ടെന്ന് ഇവിടെ പുറത്താക്കുക. പോകുന്നതിന്റെ മുന്നേ അവന്റെ ഈ സ്വാധീന വലയത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ ധീരന്മാരായ, അങ്ങയുടെ നിപുണന്മാരായ സാഹിത്യങ്ങളുണ്ടല്ലോ, മായവിദ്യക്കാരുണ്ടല്ലോ, അവരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരും ഇവരും തമ്മിലൊരു മത്സരം നടത്തട്ടെ. ഇവനെ കാണിക്കുന്നതിനേക്കാൾ വലിയ മായാജാല വിദ്യകൾ കാണിക്കാൻ അവർക്ക് കഴിയുന്നതാണ്. മനസ്സിലായല്ലോ? വിളിച്ചാൽ ഒളിപ്പുറത്ത് വരുന്ന കുറെ മായാജാലക്കാർ അവിടെ ചുറ്റുമുണ്ടായിരുന്നു. ഈ മായാജാലക്കാർ അവരോരോ പൊടിക്കൈകൾ നാടിന്റെ നാല് മൂലകളിൽ നിന്ന് കാണിക്കും. അവർ പറയും, ഇതൊക്കെ എന്താണ്? നമ്മുടെ ഫറവ ചക്രവർത്തിയുടെ ഫിർഔനിന്റെ അത്ഭുത സിദ്ധിയാണ്. അപ്പൊ ആളുകളുടെ ഉള്ളിൽ ഫിർഔൻ എന്ന് പറയുന്ന എന്തോ ഒരു വലിയ വിഗ്രഹം, ഒന്നുമില്ല, തനി തട്ടിപ്പ് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് ഫിർഔനെ പോലെയുള്ള ഭരണാധികാരികൾ ലോകത്ത് അധികാരം നിലനിർത്തിയിരുന്നത്. അന്ധവിശ്വാസങ്ങൾ മനുഷ്യരുടെ മനസ്സിലേക്ക് കുത്തിവെച്ചിട്ട്, അനാവശ്യമായ പേടികൾ മനുഷ്യരുടെ മനസ്സിലേക്ക് കുത്തിവെച്ചിട്ടാണ് ഇവരൊക്കെ അധികാരം നിലനിർത്തിയത് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതേ അവസ്ഥ തന്നെ ഇന്ന് നമുക്കും കാണാൻ കഴിയുന്നു. കൃത്യമായി അതേ അവസ്ഥ ഇന്ന് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സ്റ്റേജുകളിലും അവരുടെ പ്രസംഗങ്ങളിലും അവരുടെ ഫുതുബകളിലും അതുപോലെ തന്നെ അവരുടെ ക്ലാസുകളിലും എല്ലാം നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള ചർച്ചകളല്ല, മറിച്ച് പാട്ടുകളാണ്. അടവോരാരാ പടച്ചോനാണോ പറയുന്നവരോട് ചോദിക്കുന്നവരോട് നീ ചൊല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു അതിന്റെ വഴിയൊന്നും ഓർമ്മയില്ല. ഇങ്ങനെ വളരെ അപകടകരമായ വരികളിലൂടെ, വളരെ ഞെട്ടിപ്പിക്കുന്ന വരികളിലൂടെ അല്ലാഹുവിനെ സമന്മാരായി മരിച്ചു മൺമറഞ്ഞു പോയ മഹത്തുക്കളെ പ്രതിഷ്ഠിക്കുന്ന അപകടകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ പറഞ്ഞ് മുതത്തുല്ലാതെ മടവൂരാണ്. ഇനിയിപ്പോ കുറച്ചു കാലം കഴിഞ്ഞാൽ മടവൂരാവില്ല, വേറെ പല ആളുകൾ വരും. ഇതൊന്നും ഒരിക്കലും യാദൃച്ഛികമാണ് ഇത് നമ്മൾ വിചാരിക്കരുത് പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം ബോധപൂർവമായ ശ്രമത്തിന്റെയും പദ്ധതികളുടെയും ഫലമായി ഇവരുടെ വേദികളിൽ കയറി വരുന്ന അബദ്ധങ്ങളും അപകടങ്ങളുമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഏത് സമയത്തും ഈ പറയുന്ന കള്ളക്കറാമത്ത് കഥകൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോ ആ പ്രതിസന്ധി അവന്റെ ആരുടെ പേരാണ് ഓർമ്മ വരിക? പടച്ചോന് ഓർമ്മ വരില്ലല്ലോ, അല്ലാഹുവിന് ഓർമ്മ വരില്ലല്ലോ. നേരെ മറിച്ച് ഈ പറയുന്ന ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതെല്ലാം നിവൃത്തി തരാൻ കഴിവുള്ള മഹത്തുക്കളുടെ പേരാണ് ഇവരുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക. അത് തന്നെയാണ് ഈ വിഭാഗം ആളുകളുടെ ലക്ഷ്യവുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് മുഅ്ജിസത്ത്, കറാമത്ത് എന്ന് പറയുന്ന രണ്ട് വിഷയങ്ങൾ. സാധാരണ പറയാറുണ്ട് മുജാഹിദുകൾ, വഹാബികൾ അവരെന്ത് ചെയ്യൂല, ഈ മുഅ്ജിസത്തിനെയും കറാമത്തിനെയും അംഗീകരിക്കൂല. വല്ലാഹി കളവാണ്. മുഅ്ജിസത്തിനെയും കറാമത്തിനെയും ഒരാൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറാണ്. കാരണം മുഅ്ജിസത്തും കറാമത്തും എന്ന് പറയുന്നത് ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട വിഷയമാണ്. അതെങ്ങനെ ഒരാളെ നിഷേധിക്കുക? അതെങ്ങനെയാണ് ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റുക? പ്രിയപ്പെട്ടവരെ, എന്നാൽ യഥാർത്ഥത്തിൽ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് അവരുടെ ഇഷ്ടാനുസരണം പ്രകടിപ്പിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല.
അള്ളാഹു അനുമതി കൊടുക്കുന്ന ആ സമയത്ത് മാത്രം പ്രകടിപ്പിക്കാൻ കഴിയുന്ന പ്രത്യേകമായ ഒന്നാണ്. പ്രകടിപ്പിക്കുന്നതല്ല, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവന്റെ പ്രവാചകന്മാരിലൂടെ പ്രകടമാകുന്ന ഒന്നിനെയാണ് മുഅ്ജിസത്ത് എന്ന് നമ്മൾ പറയുക. പരിശുദ്ധ ഖുർആനിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചില മുഅ്ജിസത്തുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു തരുന്നുണ്ട്. സൂറത്തു താഹയുടെ 65 മുതൽ 70 വരെയുള്ള വചനം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഈ പറയുന്ന ഫിർഔൻ തന്റെ സാഹിര്യങ്ങൾ മുഴുവൻ വിളിച്ചു ചേർത്തിട്ട് മൂസാ നബിയും ഈ സാഹിര്യങ്ങളും തമ്മിൽ ഒരു മത്സരം നടക്കുന്ന രംഗമുണ്ടല്ലോ, ആ രംഗം തുടങ്ങുകയാണ്. ആ തുടങ്ങുന്ന ഒരു രംഗം പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അവർ ചോദിക്കാൻ قالوا يا موسى إما أن تلقي وإما أن نكون أول من ألقى. മൂസ ആരാണ് ആദ്യമായി തുടങ്ങുന്നത്? നീ തുടങ്ങുമോ അതല്ല ഞങ്ങൾ തുടങ്ങണോ? അങ്ങനെ അവരതാ മൂസാ പറയുകയാണ് നിങ്ങൾ തുടങ്ങുക. അങ്ങനെ അവരവരുടെ കയ്യിലുള്ള വടികളും കയറുകളും ഇങ്ങനെ താഴേക്കിടുകയാണ്. ആ സമയത്ത് ആ വടികളും കയറുകളും ഇങ്ങനെ പാമ്പുകളായി മൃഗവർഗ്ഗങ്ങളായി നീങ്ങാൻ തുടങ്ങുമ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വല്ലാതെ പേടിച്ചു പോവുകയാണ്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പേടിച്ചു പോവുകയാണ്. മൂസാ നബി ഭയപ്പെട്ടു പോകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലാവുന്നില്ല, തിരിയുന്നില്ല. അല്ലാഹു പറയുകയാണ്, മൂസാ ലാ തഖഫ് ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അഅ്ലാ. ഭയപ്പെടരുത്, പേടിക്കരുത്, നീ തന്നെയാണ് ഉന്നതൻ, നീ തന്നെയാണ് വിജയിക്കുന്നവൻ. അതുകൊണ്ട് നീ നിന്റെ വലത് കൈയിലുള്ളത് താഴേക്കിടുക. അതെല്ലാം നിന്റെ വലത് കൈയിലേക്കുള്ളത് താഴേക്കിട്ടു കഴിഞ്ഞാൽ ഈ കാണുന്ന മായാവിദ്യകളെല്ലാം അത് തോൽപ്പിച്ചു കളയുമെന്നും അത് വിഴുങ്ങിക്കളയുമെന്നും മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊരു മുഅ്ജിസത്താണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? എന്റെ വടി താഴേക്കിടാൻ അല്ലാഹു കൽപ്പിക്കുന്നത് വരെ അടുത്ത നിമിഷം വലിയൊരു മുഅ്ജിസത്ത് സംഭവിക്കാൻ പോകുകയാണെന്ന് മൂസാ നബിക്ക് മനസ്സിലായിട്ടില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടിവരയിട്ട് ഹൃദയത്തിൽ കുറിച്ചു വെച്ചോ. തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന ഒരു വലിയ അത്ഭുതമുണ്ടല്ലോ, വലിയ മുഅ്ജിസത്തുണ്ടല്ലോ. ആ മുഅ്ജിസത്ത് സംഭവിക്കാൻ പോകുകയാണെന്ന് തൊട്ട് മുമ്പ് വരെ മനസ്സിലാക്കാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സാധിച്ചില്ല. അല്ലാഹ് പറയുമ്പോൾ മാത്രമാണ് മൂസാ നബിക്ക് തന്റെ വടിയൊന്ന് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ കാണുന്ന കയറുകളും വടികളുമെല്ലാം ആ പാമ്പ് വിഴുങ്ങിക്കളയുമെന്ന് അല്ലാഹു പറഞ്ഞപ്പോൾ മാത്രമാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒന്നാമത്തെ തെളിവാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത് ഒരിക്കലും പ്രവാചകന്മാർക്ക് അവരുടെ ഇഷ്ടപ്രകാരം പ്രകടിപ്പിക്കാൻ കഴിയുന്നതല്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ തെളിവ് എന്താണ് പ്രിയപ്പെട്ടവരെ? പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ശുഅറായിലെ 61, 62, 63 വചനങ്ങൾ പരിശോധിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയുകയാണ്, ഫലമ്മാ തറാഅൽ ജംആൻ ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ബനീ ഇസ്രായേൽ സന്തതികളാ അവരവരുടെ വീടുകളിൽ നിന്ന് പലായനം തുടരുകയാണ്. മൂസാ നബി മുന്നിലായി, ബനീ ഇസ്രായേൽ പിന്നിലായി. അങ്ങനെ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അവർ ഹിജ്റ പോകുകയാണ്, നാടുവിടുകയാണ്. അവരെങ്ങനെ നടന്നെത്തുന്നത് ചെങ്കടലിന്റെ മുന്നിലാണ്. ചെങ്കടലിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് കാതോർത്ത് നിൽക്കുമ്പോ, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് പ്രതീക്ഷിച്ചു നിൽക്കുമ്പോ കാണുന്നത് എന്താണെന്നറിയുമോ? ഫിർഔനും പടയാളികളും അവരുടെ പുറപ്പാടിന്റെ വിവരം പറഞ്ഞിട്ട് ഒന്ന് തണ്ടുന്നതിന് വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി ഓടിയെടുക്കുകയാണ്. ആ സമയം മൂസാ നബിയുടെ അസ്ഹാബുകൾ പറയുകയാണ്, അനുയായികൾ പറയുകയാണ്, മൂസാ ഇന്നാ ലമുദ്റകൂൻ. നമ്മൾ പിടിക്കപ്പെട്ടു മൂസാ, നമ്മൾ കുടുങ്ങിയൊരു വഴിയില്ല. ഇസ്രായേൽ സന്തതികളുടെ ചരിത്രങ്ങളുടെ അവസാനിക്കുകയാണ്, കഥയുടെ അവസാനിക്കുകയാണ്. ആ സമയം മൂസാ നബി അവരോട് തിരിച്ചു പറഞ്ഞതെന്നാണ്, അവർക്ക് മറുപടി കൊടുത്തതെന്താണ്? നമുക്ക് ഈ കടൽ പിളർന്ന് രക്ഷപ്പെടാമെന്ന് മൂസാ നബി പറഞ്ഞു. ഇല്ല, മൂസാ നബി കടലിൽ അങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന്, അങ്ങനെ ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലായിട്ടില്ല, അദ്ദേഹം അറിഞ്ഞിട്ടില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞതെന്താണ്? അലഖിയാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള
കാര്യം എന്റെ കൂടെ എന്നതൊക്കെയുണ്ട്, ആ റബ്ബിലേക്ക് വഴി കാണിച്ചു തരുമെന്നാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്റെ റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ, അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അല്ലാഹു പറയുകയാണ്, മൂസാന്റെ വടി കൊണ്ട് കടലിലേക്ക് അടിക്കുക. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി ആ വടി കൊണ്ട് കടലിലേക്ക് അടിച്ചപ്പോ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വലിയ തിരമാലകൾ ആ കടലിന്റെ വെള്ളമത രണ്ട് ഭാഗത്ത് വലിയ പർവ്വതങ്ങൾ പോലെ മാറിയിരിക്കുകയാണ്. അതിന്റെ നടുവിലൂടെ സുന്ദരമായ വഴി അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചോദിക്കാനുള്ളത്, ഈ പറയുന്ന മോചനത്തിനെയും കറാമത്തിനെയും ചൂഷണത്തിന്റെ ഉപാധികളായി ഉപയോഗിക്കുന്നവരോട് ചോദിക്കാനുള്ളത്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറ്റേതെങ്കിലും അവസരത്തിൽ വന്നിട്ട് ആ വടിയെടുത്തുകൊണ്ട് കടലിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ കടൽ പിളരുമോ? വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിൽക്കുമോ? ആ കടലിന്റെ നടുവിൽ വടി പ്രത്യക്ഷപ്പെടുമോ? ഇല്ല, ഒരിക്കലും സംഭവിക്കുകയില്ല. എന്തുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ അങ്ങനെ സംഭവിച്ചത്? അല്ലാഹുവിന്റെ കൽപ്പനയുള്ളത് കൊണ്ടാണ്, അല്ലാഹുവിന്റെ അനുമതിയുള്ളത് കൊണ്ടാണ്. ആ റബ്ബിന്റെ കൽപ്പനയിലൂടെ മാത്രമേ, ആ റബ്ബിന്റെ അനുമതിയിലൂടെ മാത്രമേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ മുഅ്ജിസത്ത് വെളിവാകുകയുള്ളൂ. ഇതാണ് മുഅ്ജിസത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയും അവസാനം ചില പ്രിയപ്പെട്ടവരെ, മൂസാ നബിയും ഉമ്മത്തും കടൽ കടന്നിട്ട് പോകുകയാണ്. കടൽ കടന്ന് അവരുടെ വാഗ്ദത്ത ഭൂമി കാണുന്ന അവസ്ഥയിലെത്തുകയാണ്. അവരുടെ ആ ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു പറയുകയാണ്. അവർ വിസമ്മതിക്കുകയാണ്, യുദ്ധം ചെയ്യാൻ വിസമ്മതിക്കുകയാണ്. അവസാനം അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് ഇനി ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശനമില്ല. ഈ സീനാ താഴ്വരയിൽ ഇവിടെയുള്ള കാടുകളിലൂടെ അനുഭവങ്ങളുമായി 40 കൊല്ലം നിങ്ങൾ അലഞ്ഞു തിരിയുക എന്ന് അല്ലാഹു പറയുകയാണ്. അവരങ്ങനെ ജീവിതം തുടങ്ങുന്നു. വരൾച്ച വരികയാണ്, ക്ഷാമം വരികയാണ്. ആ സമയത്ത് മൂസാ നബിയുടെ മുന്നിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സമുദായം 12 ഗോത്രങ്ങളുടെയും തലവന്മാര് വന്നുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, ഞങ്ങളുടെ കന്നുകാലികൾ ചത്തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, വെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒരു സംഭവം സൂറത്തുൽ ബഖറയുടെ 60-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. മൂസാ നബിയുടെ സമുദായത്തിന്റെ ആവശ്യം കേട്ടപ്പോ അദ്ദേഹം എന്താ ചെയ്തത്? നിങ്ങൾ പഠിക്കണ്ട, എന്റെ കയ്യിൽ എന്റെ വടിയുണ്ട്, ആ വടിയോട് ഞാൻ പരിഹാരം നൽകാം. എനിക്ക് മോചിതത്തുണ്ട്, ആ മോചിതത്തോടെ ഞാൻ പരിഹാരം നൽകാം എന്നാണ് മൂസാ നബി പറഞ്ഞത്. അല്ലല്ലോ, മറിച്ച് അദ്ദേഹം ചെയ്തതെന്താണ്? അല്ലാഹുവോട് പറയുകയാണ്, പടച്ചോനെ വെള്ളമില്ല, അല്ലാഹുവേ വെള്ളമില്ല, പരിഹാരം നൽകറബേ, വെള്ളം താ അല്ലാഹ്, വെള്ളത്തിന്റെ ഉറവിടം താ റബ്ബേ എന്ന് അല്ലാഹുവോട് ചോദിച്ചപ്പോ അല്ലാഹു പറയുകയാണ്, നിന്റെ വടി കൊണ്ടാണ് പാറയിലേക്ക് അടിച്ചുകൊള്ളുക. ആ വടി കൊണ്ട് ആ പാറയിലേക്ക് അടിച്ചപ്പോ 12 നീരുറവകൾ കുത്തിയൊഴുകാൻ തുടങ്ങുകയാണ്. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 12 സന്തതികളിൽ നിന്ന് വലിയ ഗോത്രമായ 12 ഗോത്രങ്ങൾക്കും കുടിക്കാനുള്ള നീരുറവയായി ഓരോ നീരുറവകൾ അവർക്ക് അല്ലാഹു നിശ്ചയിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ചോദിക്കാനുള്ളത്, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വടി കൊണ്ട് 10,000 പാറകളെ 10,000 വട്ടം അടിച്ചാലും അതിൽ വെള്ളം വരുമോ? അതിൽ നീരുറവ ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. ഇപ്പൊ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? മൂസാ നബിയിലൂടെ ഒരു മുഅ്ജിസത്ത് വെളിവാക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചു, അല്ലാഹു കൽപ്പിച്ചു. മൂസാ നബി തന്റെ വടിയുടെ ചുവട് ആ പാറയ്ക്ക് മുകളിലേക്ക് അടിച്ചു. ആ പാറയിൽ നിന്ന് 12 നീരുറവകൾ പൊട്ടിയൊഴുകുന്നു. മൂസാ നബിയുടെ ഇഷ്ടപ്രകാരമല്ല, മൂസാ നബിയുടെ ഇച്ഛപ്രകാരമല്ല. ഇതാണ് മുഅ്ജിസത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര വലിയ പ്രവാചകന്മാരായാലും എത്ര വലിയ അമ്പിയാക്കളായാലും അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന ആശയമാണിത്. ഇനി പ്രിയപ്പെട്ടവരെ, കറാമത്ത് എടുക്കുക. എന്താണ് കറാമത്ത്? അല്ലാഹുവിന്റെ പ്രവാചകന്മാരല്ലാത്ത സച്ചരിതരായ ആളുകളുണ്ടല്ലോ, ആ സച്ചരിതരായ ആളുകളിലൂടെ വെളിപ്പെടുന്ന അല്ലാഹുവിന്റെ ഇക്റാമിനെയാണ്, ബഹുമാനത്തെയാണ് കറാമത്ത് എന്ന് പറയുക. സത്യമാണ്, സംഭവിക്കുന്നതാണ്. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന് കറാമത്തുണ്ടായിട്ടുണ്ട്. അത്ഭുതകരമായ പല കറാമത്തുകളും അല്ലാഹു മറിയം ബീവി
രീതിയിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ സംഭവം വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഫലമ്മാ ദഖല സകരിയ അലൈഹി അൽ-മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. സകരിയ അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയുടെ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം കാണുകയാണ് തണുപ്പുകാലത്ത് ആ നാട്ടിൽ എവിടെയും കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ മറിയം ബീവിയുടെ മുറിയിൽ അങ്ങനെ സുലഭമായിട്ടുണ്ട്. ചൂടുകാലത്ത് എവിടെയും കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ ആ തണുപ്പുകാല ചൂടുകാലത്ത് മറിയം ബീവിയുടെ മുറിയിൽ സുലഭമായിട്ടുണ്ട്. സകരിയ നബി അത്ഭുതത്തോട് ചോദിക്കുകയാണ്, അന്നാ ലകി ഹാദാ, മോളെ നിനക്ക് എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? നിനക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്? മറിയം പറയുകയാണ്, അത് അല്ലാഹുവിന്റെ പക്കൽ നിന്നാണ്. അല്ലാഹുവാണ് അത് നൽകുന്നത്. പടച്ചവന്റെ അടുത്ത് നിന്നുള്ള പ്രത്യേകമായ പരിഗണനയാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഒരു കണക്കുമില്ലാതെ അവൻ നൽകുന്നു എന്നാണ്. ഈ ഒരു കറാമത്തുണ്ടായപ്പോ സക്കരിയ എന്ന് പറയുന്ന പ്രവാചകന്റെ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രതികരണം എന്തായിരുന്നു? അപ്പൊ തന്നെ മറിയം ബീവിയോട് ചോദിച്ചു, മറിയമേ, മൂത്താപ്പാക്ക് കുട്ടികളുണ്ടായിട്ടില്ല. മറിയം ബീവിയുടെ മൂത്താപ്പയാണ് സക്കരിയ നബി. മൂത്താപ്പാക്ക് ഇന്നുവരെ കുട്ടികളുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു കുട്ടി ഉണ്ടാവാൻ നീ മൂത്താപ്പാനെ അനുഗ്രഹിക്കണം. നിന്റെ കറാമത്ത് കൊണ്ട് മൂത്താപ്പാക്ക് ഒരു കുട്ടി ഉണ്ടാകുന്ന അത്ഭുതം നീ കാണിച്ചു തരണമെന്ന് പറഞ്ഞ് മറിയം ബീവിയോട് ചോദിച്ചോളില്ല. കാരണം സക്കരിയ നബിക്കറിയാം ഈ കറാമത്തിന്റെ യഥാർത്ഥ ഉറവിടം അല്ലാഹുവാണ്. മറിയം ബീവി വിചാരിച്ചാൽ ആ കറാമത്ത് കാണിക്കാൻ സാധ്യമല്ല. അവർ ഉദ്ദേശിച്ചാൽ വെളിപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ച് സൂറത്ത് ആല ഇംറാനിലെ 37-38 വചനങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. സക്കരിയ നബി പ്രാർത്ഥിക്കുകയാണ്, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ് ലീ ബിലദുക ദുരിയതൻ ത്വയ്യിബ ഇന്നക സമീഉ ദുആ. പറയുകയാണ്, എനിക്ക് നൽകണമേ നല്ലൊരു സന്താനത്തെ എനിക്ക് നൽകണമേ. നിശ്ചയം നീ ദുആയെല്ലാം കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. ഒരു കറാമത്ത് കണ്ടപ്പോ ആ പ്രവാചകൻ മനസ്സിലാക്കിയത് എന്താണ്? ഈ കറാമത്തിന്റെ ഉടമസ്ഥ മറിയം ബീവിയല്ല, മറിച്ച് ഈ കറാമത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഫലമെന്താണ് ഉണ്ടായത്? فنادته الملائكة وهو قائم يصلي في المحراب. സക്കരിയ നബി അദ്ദേഹത്തിന്റെ മിഹ്റാബിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മലക്കുകൾ അദ്ദേഹത്തെ വിളിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, അന്നല്ലാഹ യുബശ്ശിറുക യഹ്യാ മുസദ്ദിഖൻ ബികലിമാതിൻ മിനല്ലാഹ് വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ്സാലിഹീൻ. അങ്ങേക്ക് അല്ലാഹു യഹ്യ എന്ന പേരുള്ള പ്രവാചകനാകാൻ പോകുന്ന സന്തുഷ്ടരായ ഒരു സന്താനത്തെ തൊട്ട് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. വളരെ കൃത്യമാണ്. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലായി കറാമത്തിന്റെ പ്രവർത്തനത്തിന്റെ അവസ്ഥ. ഇതൊന്നും ഒരു ചെറിയ അടയാളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പച്ചയായി, പച്ച വിരിക്കലായി, പച്ച മുളക്കലായി, ഭണ്ഡാരം പൊക്കലായി, ജാറം കെട്ടലായി, പൊക്കലായി, ലൈറ്റിടലായി, അലങ്കരിക്കലായി ആളുകൾ പറഞ്ഞു. സക്കരിയ നബി അത്ഭുതം കണ്ടപ്പോ മറിയം ബീവി ഒന്നും പറഞ്ഞില്ല. അന്നാലക്കി ഹാദാ, മോഡൽ വെച്ചത് എങ്ങനെയാണ്? ഭൂമിയിൽ ഇന്ത്യയില്ല അന്ന് തന്നതാണ് പറഞ്ഞപ്പോ അതിനടുത്ത് സക്കരിയ നബി എനിക്ക് പറയണം എന്താണ്? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയതൻ ത്വയ്യിബ ഇന്നക സമീഉ ദുആ. നല്ലൊരു കുട്ടിയെ എനിക്ക് തരണം റബ്ബേ, എല്ലാ ദുആയും കേൾക്കുന്നവൻ നീയാണ് എന്ന് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുക. ഇതാണ് കറാമത്തിന്റെ അവസ്ഥ. ഇത്രയേ ഉള്ളൂ കറാമത്ത് എന്ന് നാം മനസ്സിലാക്കി. കറാമത്തിനെ നിഷേധിക്കരുത്, കറാമത്ത് ഉള്ളതാണ്. പക്ഷേ ആ കറാമത്ത് പ്രിയപ്പെട്ടവരെ, മഹാരഥന്മാരായ രണ്ട് സ്വഹാബികൾ അവരുടെ വീട്ടിലേക്ക് നടന്നു പോകുകയാണ്. കൂടിയിട്ടാണ്, രാത്രിയിലാണ് നടന്നു പോകുന്നത്. പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ഒരു പ്രകാശം വരികയാണ്. അജ്ഞാതമായ ഒരു പ്രകാശം, എവിടെ നിന്നറിയാത്ത സ്രോതസ്സറിയാത്തൊരു പ്രകാശം ആ സ്വഹാബത്തിന്റെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് അവരെങ്ങനെ ആ വെളിച്ചത്തിൽ ഇങ്ങനെ നടന്നു പോകുന്നു. അവർ
അവർ രണ്ട് വഴിയിലേക്ക് തിരിഞ്ഞപ്പോ രണ്ടുപേരുടെയും വീടുകൾ രണ്ട് ഭാഗത്താണ്. രണ്ട് ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോ ആ പ്രകാശം രണ്ടായി പകുതിയാവുകയാണ്. എന്നിട്ട് രണ്ട് സ്വഹാബികളുടെയും വീട് വരെ ആ പ്രകാശം അവരെ പിന്തുടരുകയും ചെയ്യുന്നു. ഇത് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള സംഭവമാണ്. ഈ സംഭവം സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഒരു കറാമത്തായിരുന്നു, അല്ലാഹു അവർക്ക് നൽകിയൊരു ബഹുമതിയായിരുന്നു, അല്ലാഹു അവർക്ക് നൽകിയൊരു വിശേഷമായ അവസ്ഥയായിരുന്നു. അതുവരെ അവർക്ക് അത് കറാമത്താണെന്ന് മനസ്സിലായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഒരു സ്വഹാബി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാരായണം ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ കുതിരയുടെ ആയിൽ നിന്ന് വല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുകയാണ്, ഒച്ചപ്പാടുകൾ കേൾക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് വർണ്ണങ്ങളുള്ള വർണ്ണരാജികളുള്ള ഒരു മേഘപാളി ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയാണ്. അദ്ദേഹം അത് നോക്കിയപ്പോ അദ്ദേഹം കാണുകയാണ് അങ്ങനെ ആകാശത്തേക്ക് ഉയർന്നു പോകുന്നു. പിറ്റേ ദിവസം റസൂലിന്റെ സദസ്സിൽ വന്നിട്ട് ആ സ്വഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്, അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, അതെന്താണെന്ന് മലക്കുകളായിരുന്നു. അങ്ങയുടെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെ ഫലമായി അവനിങ്ങനെ വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്നതാണ്, അല്ലാഹുവിന്റെ റഹ്മത്തായി ഇറങ്ങി വന്നതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തപ്പോഴാണ് തന്റെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് തനിക്ക് അല്ലാഹു നൽകിയ ഒരു ഇക്റാമായിരുന്നു, ഒരു കറാമത്തായിരുന്നു അത് നമുക്ക് മനസ്സിലാകുന്നത്, തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഞാൻ കറാമത്തിന്റെ അവസ്ഥ പ്രിയപ്പെട്ട മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരുപാട് കറാമത്തുകൾ കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച വ്യക്തിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയപ്പെടുന്ന സാധാരണ കേൾക്കാറുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പിശാച് സമീപിക്കുകയില്ല, ശൈത്താന്റെ സാന്നിധ്യം ഉമറിന്റെ സാന്നിധ്യത്തിൽ ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നതാണ്. ഇത് ഉമറിന്റെ കറാമത്തായിരുന്നു. എപ്പോഴാണ് ഉമർ അറിയുന്നത്? ഈ കറാമത്തിനെ കുറിച്ച് ഉമർ അറിയുന്നത് എപ്പോഴാണ്? അല്ലാഹുവിന്റെ റസൂൽ ഉമറിന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമാണ് തനിക്ക് ഇത്തരത്തിലുള്ള കറാമത്തുണ്ട് എന്നുള്ളത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവരാരും അല്ലാഹു നൽകിയ ഈ ബഹുമതികൾ ചൂഷണം ചെയ്ത് വിളിക്കാൻ തയ്യാറായിട്ടില്ല. അവരാരും ആ രീതിയിൽ അറിയപ്പെടാനും ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങൾക്കറിയില്ല, മഹാനായ ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. എന്നാൽ അദ്ദേഹം സ്വഹാബിയല്ല, താബിഈനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ചവർ സാധാരണഗതിയിൽ സ്വഹാബിമാരെന്നാണ് പറയുക. ആ സ്വഹാബിമാരെ കണ്ടിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകളെ താബിഈകൾ എന്നാണ് പറയുക. ആ താബിഈകളെ കണ്ടിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകളെ താബിഈകൾ എന്നാണ് പറയുക. പ്രവാചകന്റെ കാലത്ത് എവരിൽ ജീവിച്ചിരിപ്പുണ്ടായിട്ടും അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിയാത്തത് കൊണ്ട് താബിഈയായി പോയ മനുഷ്യനാണ് ഉവൈസുൽ ഖർനി. എന്നാൽ ആ ഉവൈസുൽ ഖർനിയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, യമനിൽ നിന്നൊരു മനുഷ്യൻ വരും, ആ മനുഷ്യൻ കർണഗോത്രത്തിൽപ്പെട്ട ആളായിരിക്കും, അദ്ദേഹത്തിന്റെ പേര് ഉവൈസ് എന്നായിരിക്കും. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു നാണയത്തിന്റെ വലുപ്പത്തിൽ വെള്ളപ്പാടിന്റെയോ കൂട്ടത്തിന്റെയോ അടയാളം ഉണ്ടാകും. ആ അടയാളം കണ്ടു കഴിഞ്ഞാൽ കർണഗോത്രത്തിൽപ്പെട്ട ഉവൈസ് എന്ന പേരുള്ള ശരീരത്തിൽ നാണയത്തിന്റെ വലിപ്പത്തിൽ അടയാളമുള്ള ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ എന്റെ സലാം അദ്ദേഹത്തോട് പറയണേ, എന്റെ അഭിവാദ്യം അദ്ദേഹത്തോട് പറയണേ. എന്നിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉവൈസിനോട് പറയുക, ഉവൈസുൽ ഖർനിയോട് പറയുക. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, അബൂബക്കർ അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടു, ഉവൈസ് വന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു, ഉവൈസ് വന്നില്ല. ഉമറിന്റെ കാലഘട്ടമായപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉവൈസുൽ ഖർനി ഉണ്ടോ എന്ന് യമനിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഓരോ സംഘത്തിലും അന്വേഷിക്കുകയാണ്. ഓരോ സംഘം വരുമ്പോഴും ഉമറതാ നോക്കുന്നത് ഉവൈസുൽ ഖർനി ഉണ്ടോ, അതിൽ ഉവൈസുണ്ടോ, അതിൽ ഉവൈസുണ്ടോ എന്ന് ആ ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിക്കുകയാണ്. അവസാനം ഉവൈസുൽ ഖർനിയെ കണ്ടെത്തുകയാണ്. നാണയത്തിന്
കരളിന്റെ വലുപ്പത്തിൽ ശരീരത്തിൽ പാടുവാക്കിയായ സുൽത്താനെ കണ്ടെത്തിയപ്പോ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറയുകയാണ്, പ്രാർത്ഥിക്കാൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീടുള്ള കാലം സുൽത്താൻ മദീനയിൽ ജീവിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ ആളുകൾ അങ്ങനെ സുൽത്താന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, തന്റെ ഉമ്മയെ പരിചരിച്ചതിന് പകരം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രവാചകനെ വന്ന് ബിഅത്ത് ചെയ്യാൻ കഴിയാതിരുന്നത്? തന്റെ ഉമ്മയെ പരിചരിച്ചത് കൊണ്ടാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്റെ ഉമ്മയെ നോക്കാനുണ്ടായിരുന്ന രോഗിയായ മാതാവിന് വേണ്ട പരിചരണങ്ങളൊക്കെ നൽകേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് യമനിൽ നിന്ന് സൗദിയിലേക്ക് മദീനയിലേക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം തബിആയി പോയത്. അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അല്ലാഹുവിന്റെ പേരുകൊണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു അത് നടത്തി കൊടുക്കാതിരിക്കുകയില്ല, പടച്ചവനത് നിവർത്തി കൊടുക്കാതിരിക്കുകയില്ല. ഈ കാര്യം വളരെ പ്രശസ്തമാണ്, മഷ്ഹൂറാണ്. സഹാബികൾക്കൊക്കെ ഈ കാര്യം അറിയാം. അതുകൊണ്ട് അവർ ഇങ്ങനെ വരികയാണ് കാണാൻ. ഒന്ന് ദുആ ചെയ്യുമോ, ഒന്ന് ദുആ ചെയ്യുമോ, ഒന്ന് ദുആ ചെയ്യുമോ എന്ന് ചോദിക്കാൻ അവസാനം തനിക്ക് കിട്ടുന്ന അമിതമായ ബഹുമതിയിൽ ഭയന്നുകൊണ്ട് ആ മനുഷ്യത മദീനയിൽ നിന്ന് തന്റെ ചിരകാല സ്വപ്നമായ മദീന നിവാസം എന്ന സ്വപ്നത്തിൽ അദ്ദേഹം കൂടുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് പോയി പിന്നീട് ഏതോ നാട്ടിൽ അജ്ഞാതനായി താമസിക്കുകയാണ്. തന്റെ ഈ പ്രത്യേകത അറിയാത്ത ആൾക്കൂട്ടത്തിലാണ് പിന്നീട് അദ്ദേഹം ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്ക്, കറാമത്തുള്ളാഹു കൊടുത്ത ആളുകൾ ഒന്നാം തലമുറയിലും രണ്ടാം തലമുറയിലെല്ലാം അവരെ ഏത് രീതിയിലായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാലോ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കറാമത്തിന്റെ അവസ്ഥ എന്താണ്? ഏത് വിഷയമുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ, എന്തുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ, ഞാൻ പരിഹരിച്ചു തരാം. മക്കളെ വേണോ ഇങ്ങോട്ട് വന്നോളൂ, രോഗമാണോ ഇങ്ങോട്ട് വന്നോളൂ, കടതീരോ ഇങ്ങോട്ട് വന്നോളൂ, കച്ചവടം നല്ല രീതിയിൽ ഉയരണോ ഇങ്ങോട്ട് വന്നോളൂ. ഏത് പ്രശ്നത്തിനും പരിഹാരമുള്ള കറാമത്തുകളെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ എന്ന് പറയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പച്ചയായ നുണയാണ്, ഇത് പച്ചയായ വലാലത്താണ്, ഇത് പച്ചയായ വെടികേടാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തൊരാൾക്കും അയാളെ ഇഷ്ടത്തിനനുസരിച്ച് കറാമത്ത് പ്രകടിപ്പിക്കാൻ കഴിയില്ല. ലോകത്തൊരാൾക്കും ഒരു പ്രവാചകനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇന്നവരെ അവരുടെ മനസ്സിൽ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. ഇത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന നസ്സാണ്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്തിനെ ഇങ്ങനെ വഴിപിഴപ്പിക്കുമ്പോ, ഈ ഉമ്മത്തിനെ കറാമത്തുകളിലൂടെ അല്ലാഹുവിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകുമ്പോ നമുക്ക് പകരമായി ചെയ്യാറുള്ളത് എന്താണ്? യഥാർത്ഥ മുഅ്ജിസത്തുമായി ഇവിടെ പ്രതിരോധിക്കുക എന്നതാണ്. പ്രതിരോധിക്കേണ്ടവർ നമ്മളാണ്, എതിർക്കേണ്ടവർ നമ്മളാണ്. എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്, എതിർക്കേണ്ടത്? യഥാർത്ഥ മുഅ്ജിസത്തുമായിട്ടാണ്. കള്ള കറാമത്ത് കഥകൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് യഥാർത്ഥ മുഅ്ജിസത്ത് കൊടുത്തിട്ടാണ് നമുക്ക് അവരുടെ അടുത്തേക്ക് പോകേണ്ടത്. യഥാർത്ഥ മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആൻ وجاهدهم به جهادا كبيرا. പരിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ വലിയ ധർമ്മസമരം നടത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവരെങ്ങനെ ഈ പറയുന്ന കറാമത്ത് കഥകൾ പറയട്ടെ. കപ്പലിങ്ങനെ നടുക്കടലിൽ അകപ്പെട്ടു പോയപ്പോ സിഎം മടവൂർ വന്നിട്ട് ആ കപ്പൽ ശരിയാക്കി കൊടുത്ത കഥ. സൗദിയിലെ ജയിലിന്റെ ഉള്ളിൽ കുടുങ്ങിയപ്പോ ആ ജയിലിന്റെ ഉള്ളിലേക്ക് നേരെ നടന്നു വന്നിട്ട് ആ ആളെ കൈപിടിച്ചു കൊണ്ടുപോയി പുറത്തേക്ക് പോയ കഥ. ആൺകുട്ടിയെ പെൺകുട്ടിയാക്കി മാറ്റിയ കഥ. ഇങ്ങനെയുള്ള കഥകളൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. നമുക്ക് പറയാനുള്ളത് എന്താണ്? പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറയാനുള്ളത് എന്താണ്? പരിശുദ്ധ ഖുർആൻ എമ്പാടും പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക അല്ലാഹുവിന്റെ സിഫാത്തുകളാണ്, അല്ലാഹുവിന്റെ അസ്മാഉകളാണ്. അവന്റെ റുബൂബിയത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ്, അവന്റെ ഉലൂഹിയത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അതാണ് നമുക്ക് പറയാനുള്ളത്. പരിശുദ്ധ ഖുർആനിൽ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 164-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി നിശ്ചയം ആകാശവും സൃഷ്ടിപ്പിലും രാത്രിയിലെയും പകലിലെയും മാറി മാറിയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വസ്തുക്കൾ കൊണ്ട് കടലിന്റെ പരപ്പിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും വാനലോകത്തും അല്ലാഹു വർഷിപ്പിക്കുന്ന
മഴയിലും ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ വബത്ത ഫീഹാ മിൻ കുല്ലി ദാബ. എന്നിട്ട് ആ മഴയുടെ അവസാനത്തിൽ ജീവമായി പോകുന്ന ഈ ജീവസൃഷ്ടി ജീവനറ്റ് പോയ ഹോമോബലത്തെ അല്ലാഹു ജീവസൃഷ്ടിക്കുന്നതിലും എന്നിട്ട് അതിലങ്ങനെ നാനാതരത്തിലുള്ള ജീവകളെ വ്യാപിപ്പിക്കുന്നതിലും ആകാശഭൂമികൾക്കിടയിൽ നിയന്ത്രിച്ച് സഞ്ചരിക്കപ്പെടുന്ന മേഘവാളികളിലെല്ലാം മേഘക്കീറുകളിലുമെല്ലാം ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, ആലോചിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലാഹു പറയുകയാണ് മൂന്നാമത്തെ സൂറത്ത് ആയ ഇംറാനിന്റെ 190-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ഇഖ്തിലാഫിൽ ലൈലി വൻ നഹാർ രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവിൽ ആയാതി ഉലിൽ അൽബാബ് ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ആ ബുദ്ധിയുള്ളവരുടെ പ്രത്യേകത എന്താണ്? അല്ലദീന യദ്കുറൂനല്ലാഹ് അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ഖിയാമൻ നിന്നുകൊണ്ട് വഖൂദൻ ഇരുന്നുകൊണ്ട് വഅലാ ജുനൂബിഹിം കിടന്നുകൊണ്ട് വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് ആകാശഭൂമികളുടെ പടപ്പിനെ കുറിച്ച് സൃഷ്ടിപ്പിനെ കുറിച്ച് ഖൽഖിനെ കുറിച്ച് ആലോചിക്കുന്നവരാണ്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ അല്ലാഹുവേ നീ പരമപരിശുദ്ധനാണ് റബ്ബേ, നീ ഇതൊന്നും വൃഥാവിലായി പടച്ചിട്ടില്ല അല്ലാഹ്. ഫഖിനാ അദാബന്നാർ ഭീകരവും ഭയാനകവും ഭീകരവുമായ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത, പടച്ചവനെ കുറിച്ചുള്ള ആലോചന, കാണുന്ന ആകാശങ്ങളും അടിമണികൾ പോലെ വാരിവിതരപ്പെട്ട കോടാനുകോടി വരുന്ന നക്ഷത്രങ്ങളും അതുപോലെയുള്ള ഗ്രഹങ്ങളും തമോഗർത്തങ്ങളും സൂര്യനും ചന്ദ്രനും പ്രിയപ്പെട്ടവരെ മരങ്ങളും പുഷ്പങ്ങളും ചെടികളും പൂമ്പാറ്റകളും പുടുവർഗ്ഗങ്ങളും പാമ്പുകളും അടങ്ങുന്ന സകല ജീവജാലങ്ങളും ആ ലോകത്തിന്റെ രക്ഷിതാവിന്റെ കുതിരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ആ സംവിധായകന്റെ കുറ്റമറ്റ സംവിധാനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനുമാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതെല്ലാം വിവരിച്ചു തരുന്നത്. പരിശുദ്ധ ഖുർആനിൽ 7-ാം അധ്യായം സൂറത്ത് അറാഫിന്റെ 143-ാമത്തെ വചനം പരിശോധിച്ചാൽ നമുക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു കഥയെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഈ കഥയൊന്നും പടച്ചോൻ വെറുതെ പറഞ്ഞു തരുന്നതല്ല, മറിച്ച് അല്ലാഹു എത്രമാത്രം മഹത്വമുള്ളവനാണ്, അല്ലാഹുവിന്റെ ഏകത്വം എത്രമാത്രം വലുതാണ്, അല്ലാഹുവിന്റെ ഖുദ്റത്തും ശക്തിയും അദമത്തും എത്രമാത്രം വലുതാണെന്ന് ബോധ്യപ്പെടുത്തി തരുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹു പറയുകയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെയാണ് തൂർസീനാ പർവ്വതത്തിന്റെ മുകളിലാണ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഉള്ളത്. തൗറാത്ത് വാങ്ങാനാണ് വന്നത്. അല്ലാഹുവിനോട് സംസാരിക്കുകയാണ്. അല്ലാഹുവിന്റെ വിശ്വസുന്ദരമായ സംസാരത്തിലൂടെ അല്ലാഹുവിന്റെ കലാം കേട്ടിട്ട് മൂസാ നബി പറയുകയാണ്, റബ്ബേ നിന്റെ ശബ്ദവും സംസാരവും ഞാൻ കേട്ടു, ഇനി എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്. റബ്ബി അരിനി അൻദുർ ഇലൈക്, എനിക്ക് നിന്നെ ഒന്ന് കാണണം റബ്ബേ, നിന്നെ ഒന്ന് ദർശിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് റബ്ബേ. അല്ലാഹുവിന്റെ മറുപടി വലാ തറാനി, നിനക്കെന്നെ കാണാൻ കഴിയില്ല മൂസാ, നിന്നെ കാണാനുള്ള ശക്തി നിന്റെ കണ്ണുകൾക്കില്ല, നിന്നെ കാണാനുള്ള ശക്തി ഈ ഭൂമിക്കുള്ളിൽ നിന്നെ കാണാൻ കഴിയില്ല. മൂസാ നബി വാശി പിടിക്കുകയാണ്. അദ്ദേഹം അല്ലാഹുവിനോട് നിർബന്ധിച്ചു കൊടുക്കുകയാണ്, ചോദിക്കുകയാണ്. അല്ലാഹു മറുപടി പറയുകയാണ്, നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ മുന്നിൽ നിൽക്കുന്ന വലിയ പർവ്വതമുണ്ടല്ലോ, ആ വിമാനമായ പർവ്വതമുണ്ടല്ലോ, ആ പർവ്വതത്തിലേക്ക് നീ ഒന്ന് നോക്കിക്കൊള്ളുക. ആ പർവ്വതം അവിടെ അതിന്റെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മുസാനെ കാണാവുന്നതാണ്, എന്റെ നാഥനെ കാണാവുന്നതാണെന്ന് ദർശിക്കാവുന്നതാണ്. അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ എത്രയോ കോടിയിലൊരു കണി ആ പർവ്വതത്തിലേക്ക് അങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയപ്പോ പ്രിയപ്പെട്ടവരുടെ പ്രകാശത്തിന്റെ വളരെ ചെറിയൊരു കണിക പർവ്വതത്തിന്റെ മുകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോ ആ പർവ്വതം അതാ തകർന്ന് തരിപ്പണമാകുകയാണ്, കുടിഞ്ഞു പോവുകയാണ്. ബോധരഹിതനായി
മൗനായി വീഴുകയാണ്, ബോധം കെട്ടു വീഴുകയാണ്. അദ്ദേഹത്തിന് ബോധം തിരിച്ചു വന്നപ്പോ അദ്ദേഹം ആദ്യം പറഞ്ഞ സംസാരം മറുപടി വർത്തമാനം എന്താണെന്നറിയോ? സുബ്ഹാനക അല്ലാഹുവേ നീ പരിശുദ്ധനാണ് റബ്ബേ, അല്ലാഹുവേ നീ പരിശുദ്ധനാണ് റബ്ബേ, തുബ്തു ഇലൈക ഞാനിതാ നിന്നിലേക്ക് തേജിച്ചു മടങ്ങുകയാണ്. നിന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നിന്നോടുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ റബ്ബേ ഞാൻ എന്നും ഒന്നാമനായിരിക്കുമെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, സൂറത്ത് അറാഫിന്റെ 143ാമത്തെ വചനം നിങ്ങളോട് വായിച്ചു നോക്കുക. അല്ലാഹു നമുക്ക് വിവരിച്ചു തന്നതാണ്, പടച്ചറപ്പ് നമുക്ക് വിവരിച്ചു തന്നതാണ്. നമ്മളെല്ലാം നമസ്കാരത്തിന് ശേഷവും ഓതുന്ന ഒരായത്തുണ്ട്, പാരായണം ചെയ്യുന്ന ഒരായത്തുണ്ട്. ആയത്തിൽ എത്രയോ ഫضലുകൾ മഹത്വങ്ങളാണ് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 255-ാമത്തെ ആയത്താണ് ആയത്തുൽ കുർസിയാണ്. ഈ ആയത്തുൽ കുർസിയുടെ പ്രതിപാദ്യ വിഷയം എന്താണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹുവല്ലാതെ ആരാധനയില്ല. ആയത്ത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? അല്ലാഹുവാണ്, ലാ ഇലാഹ ഇല്ലാ ഹുവല്ലാതെ ആരാധനയില്ല, ഹയ്യുൽ ഖയ്യൂം അവനെന്നും നിലനിൽക്കുന്നവനാണ്, ഒരിക്കലും മരണപ്പെടാത്തവനാണ്. ലാ തഖുദുഹു സിനത്തും വലാ നൗം അവനെ ഉറക്കമോ മയക്കമോ ഒരിക്കലും പിടികൂടുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റെ അധീനതയിലുള്ളതാണ്, ഉടമസ്ഥതയിലുള്ളതാണ്. മൻ ദല്ലദീ ആരാണുള്ളത്, ആർക്കാണ് കഴിയുക? അവന്റെ അനുവാദമില്ലാതെ അവനോട് ശുപാർശ നടത്താൻ, അവനോട് റെക്കമെൻഡേഷൻ നടത്താൻ അവന്റെ അനുവാദമില്ലാതെ ആർക്കാണ് കഴിയുക? അവന്റെ പാദപീഠമാകട്ടെ പാദലോകങ്ങളെക്കാൾ ആകാശഭൂമികളെക്കാൾ വിസ്തൃതമാണ്. അതിന്റെ രക്ഷയാകട്ടെ, അതിന്റെ കാര്യം നടത്തിപ്പാകട്ടെ അവനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമല്ല കേട്ടോ, അവനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അവൻ അത്യുന്നതനും മഹോന്നതനുമാണ്. ആയത്തിനെ കുറിച്ച് അർത്ഥമാണ്. ഈ ആയത്തിനെ കുറിച്ച് മുഴുവൻ തൗഹീദാണ് പ്രിയപ്പെട്ടവരെ. ആ വിശദീകരണമാണ്, തഅബീറാണ് ആയത്തിനെ കുറിച്ച് എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം അറിഞ്ഞ് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ, മനസ്സിൽ കൊണ്ടുകൊണ്ട് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ നമസ്കാരത്തിന് ശേഷം കഴിഞ്ഞാൽ മരണമല്ലാതെ സ്വർഗത്തിലേക്ക് അവരെ തടസ്സമുണ്ടാവുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വഹീഹായ ഹദീസിലൂടെ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഹശ്ർ 59-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വചനത്തിൽ അല്ലാഹുവിന്റെ വഹാദത്ത് ബോധ്യപ്പെടുത്തുന്ന വേറൊരു ആയത്ത് പറയുകയാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യതില്ലാഹ് വതിൽകൽ അംസാൽ നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. അല്ലാഹുവിന്റെ കലാമായ സംസാരമായി പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ആ പരിശുദ്ധ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് അവതരിപ്പിക്കപ്പെടുകയാണെങ്കിൽ നബിയേ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യതില്ലാഹ് വാനലോകത്തിന്റെ അധിപനായ റബ്ബിനെ കുറിച്ചുള്ള ഭയത്താൽ ആ മഹാപർവ്വതം തകർന്ന് തരിപ്പണമാകുന്നതായി നബിയെ അങ്ങേക്ക് കാണാം, പ്രവാചകരെ അങ്ങേക്ക് കാണാം. അല്ലാഹുവിന്റെ വചനങ്ങളുടെ ശക്തിയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തോട് ചോദിച്ചിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന യഹൂദിനെയും യഹൂദിനെയും യസ്ഉനെയും വിളിക്കുന്ന, അവർക്ക് നേർച്ചയർപ്പിക്കുന്ന, അവരോട് ദുആ ചെയ്യുന്ന, അവരോട് ഇസ്തിആനത്ത് ചെയ്യുന്ന ഈ പറയുന്ന നൂഹിന്റെ ജനതയോട് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. മാലക്കും യാ തർജൂന ലില്ലാഹി ഫഖാറാ വഖദ് ഖലഖക്കും മത്വാറാ ഇദൻ തറൂ കൈഫ ഖലഖല്ലാഹു സബഅ സമാവാതിൻ തിബാഖാ. അല്ലയോ ഉത്തരേ, എന്താണ് നിങ്ങൾക്ക് പറ്റിപ്പോയത്? നിങ്ങൾ അല്ലാഹുവിനെ ഗാംഭീര്യക്കാതെ, അല്ലാഹു
അള്ളാഹു നിങ്ങളൊരു ബർദാറത്ത് കാണുന്നില്ലേ? അവൻ നിങ്ങളെ ഘട്ടം ഘട്ടമായി പഠിച്ചിട്ടില്ലേ? വാനലോകത്തെ അവൻ തട്ടുതട്ടുകളായി സൃഷ്ടിക്കുകയും ചെയ്തിട്ടില്ലേ? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം ഓതാൻ അറിയുന്ന നമ്മുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞു മക്കൾക്ക് പോലും കാണാപ്പാടം അറിയുന്ന ഈ സൂറത്തിന്റെ പേരിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? വൃത്താന്തം എന്ന പേരുള്ള പരിശുദ്ധ ഖുർആനിന്റെ അധ്യായത്തിൽ അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ എണ്ണി 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 പറയുകയാണ്. അലം നജഅലിൽ അർദ മിഹാദാ, ഈ ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് ജീവസുറ്റതാക്കി തന്നില്ലേ? ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ സംവിധാനിച്ചു തന്നില്ലേ? ജിബാല ഔതാദാ, പർവ്വതത്തെ ഈ ഭൂമിയുടെ സമതുലിതാവസ്ഥ നിലനിൽക്കുന്ന ആണിയാക്കിയില്ലേ? വഖലഖനാകും അസ്വാജാ, നിങ്ങളെ ഞാൻ ആണാകുന്ന പെണ്ണാകുന്ന രണ്ടിടകളാക്കി സൃഷ്ടിക്കുകയും ചെയ്തില്ലേ? വജഅൽനാ നൗമകും സുബാതാ, ഉറക്കത്തെ ഞാൻ നിങ്ങൾക്ക് വിശ്രമമായി സംവിധാനിച്ചു തന്നില്ലേ? വജഅൽനൽ ലൈല ലിബാസാ, രാത്രിയെ ഞാൻ നിങ്ങൾക്ക് വിശ്രമവേളയാക്കി തന്നില്ലേ? വജഅൽനൽ നഹാറ മആശാ, പകലിനെ ഞാൻ ജീവസന്ധാന വേളയാക്കി തന്നില്ലേ? വബനൈനാ ഫൗഖകും സബഅൻ ശിദാദാ, നിങ്ങളുടെ മുകളിൽ ശക്തമായ ഏഴ് ആകാശങ്ങൾ ഞാൻ സംവിധാനിച്ചു തന്നില്ലേ? വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ വജഅൽനാ സിറാജൻ വഹാജാ, എന്നിട്ട് നിങ്ങളുടെ ഉപരിയിൽ കത്തിച്ചൊലിക്കുന്ന ഒരു സൂര്യനെ ഞാൻ സംവിധാനിച്ചില്ലേ? വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജാ, എന്നിട്ട് മേഘമേഘങ്ങളിൽ നിന്ന് കുതിയൊഴുകുന്ന മഴയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വർഷിപ്പിച്ചു തന്നില്ലേ? ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ വജന്നാതിൻ അൽഫാഫാ, വ്യത്യസ്തങ്ങളായ ധാന്യവിളകളെയും പച്ചക്കറികളെയും മുളപ്പിച്ചു തരുന്നതിനു വേണ്ടി നിങ്ങൾക്ക് ആ മഴയിലൂടെ ഞാൻ സംവിധാനിച്ചു തരികയും ചെയ്തില്ലേ? ഫലിയൻദുറിൽ ഇൻസാനു ഇലാ തആമിഹി, മനുഷ്യന്റെ ഭക്ഷണത്തിലേക്ക് ഒന്ന് നോക്കട്ടെ. അന്നാ സബബനൽ മാഅ സബാ, എങ്ങനെയാണ് മഴ പെയ്യുന്നത്? എന്നിട്ട് അതിസൂക്ഷ്മതലത്തിൽ ഭൂമി ഇങ്ങനെയാണ് വിണ്ടുകീറിയത്. فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. വ്യത്യസ്തങ്ങളായ ധാന്യവടികൾ, പച്ചക്കറികൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളെല്ലാം ഈ മഴയിലൂടെ ഈ ഭൂമിയുടെ പിളർപ്പിലൂടെ ഞാൻ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ആഴ്ചകളിലൂടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സംസാരിക്കുന്നത് എന്താണ്? അവന്റെ ഖുദ്റത്തുകളെ കുറിച്ചാണ്, അവന്റെ മഹനീയതയെ കുറിച്ചാണ് അല്ലാഹു ആവർത്തിച്ച് സംസാരിക്കുന്നത്. അതേ റബ്ബ് അവന്റെ കാരുണ്യത്തെ കുറിച്ച്, അവൻ നമ്മളോടുള്ള സ്നേഹത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ രണ്ടാമത്തെ ആയ സൂറത്തുൽ ബഖറയുടെ 176ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ വചനം, ഈ ഒരു ആയത്തിന്റെ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു റസൂലിനെ വിളിച്ചിട്ടാണ്, ഇത് ഒരു ആയത്തല്ല കേട്ടോ, ഇങ്ങനെയുള്ള പല ആയത്തുകളും പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. സ്നേഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു വിളിക്കാൻ, അല്ലാഹു റസൂലിനോട് പറയാൻ, വഇദാ സഅലക ഇബാദി അന്നി, നബിയെ എന്റെ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു കൊടുക്കണം, നബിയെ ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്, അടുത്തുള്ളവനാണ്. രണ്ട് കാട്ടറബികളൊന്ന് ചോദിച്ചതാണ്, രണ്ട് അറാബികൾ അല്ലാഹു റസൂലിന്റെ അടുത്ത് ചോദിച്ചതാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ പ്രവാചകരെ, റബ്ബുനാ ഖരീബുൽ ഫനുനാജി, ഞങ്ങളുടെ റബ്ബ് എവിടെയാണ്? അടുത്തുള്ളവനാണ്. ഫനുനാജി, എങ്കിൽ അവനോട് ഞങ്ങൾക്ക് സ്വകാര്യം പറയാനുണ്ട്. അംബഈദ്, അതല്ല ഞങ്ങളുടെ റബ്ബ് വിദൂരതയിലാണോ? ഫനുനാജി, ഞങ്ങൾക്ക് അവനെ ഉറക്കെ ഉറക്കെ വിളിക്കേണ്ടതുണ്ട്. ഈ ചോദ്യം ചോദിച്ചപ്പോ അറാബികളുടെ വാക്കിന് ആ ചോദ്യത്തിന് അല്ലാഹു മറുപടി നൽകുകയാണ്, നബിയേ എന്റെ അടിമകളെ അടുത്തേക്ക് വരും, എന്റെ അടിമകൾ ഇബാദി, എന്റെ അടിമകൾ അങ്ങയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് ചോദിക്കും, ഞാൻ എവിടെയാണെന്ന്, ഞാൻ എവിടെയാണ്, വിദൂരതയിലാണോ അടുത്താണോ എന്ന് ചോദിക്കുമ്പോ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണെന്ന് അറിയുമോ? ഞാൻ സമീപസ്ഥനാണ്. ഒരാൾ ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നവനാണ് ഞാൻ. പ്രിയപ്പെട്ടവന് മാരകമായ രോഗം വരികയാണ്, ഒരു വയറുവേദന വരുന്നു, ഡോക്ടറെ
ഡോക്ടറെ കാണിക്കുന്നു, മരുന്ന് കുടിക്കുന്നു, വേദന മാറുന്നില്ല, ഛർദ്ദിലുണ്ടാവുന്നു, ശരിയാവുന്നില്ല, സ്കാൻ ചെയ്യാൻ പറയുന്നു, എന്തൊക്കെയോ വല്ലാത്ത അവസ്ഥകൾ കാണുന്നു, കൂടുതൽ ടെസ്റ്റുകൾ എഴുതുന്നു. അവസാനം ഡോക്ടർ പറയുന്നു വയറിന് ക്യാൻസറാണ്, 4ാമത്തെ സ്റ്റേജാണ്. വൈദ്യശാസ്ത്രം അതിന്റെ വാതിലടക്കുകയാണ്. 4ാമത്തെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിന് തിരിച്ചൊരു വരവില്ല എന്നാണ് സാധാരണഗതിയിൽ മെഡിക്കൽ സയൻസ് പറയുക. അവരതിന്റെ വാതിൽ അങ്ങോട്ട് പൊട്ടിക്കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ അല്ലാഹുവിന്റെ വാതിൽ ഒരിക്കലും അടയൂല കേട്ടോ. പടച്ചറപ്പിന്റെ ശിഫയുടെ വാതിൽ ഒരിക്കലും അടയുന്നില്ല. സ്ട്രോക്ക് വരികയാണ്, ശരീരം തളർന്നു പോകുന്നു, കഴുത്തിനായ തളർന്നു പോകുകയാണ്. 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു, 5 കൊല്ലം കഴിഞ്ഞു, 10 കൊല്ലം കഴിഞ്ഞു. കുടുംബക്കാർക്ക് വേണ്ടാതെയായി, മഹലിന് വേണ്ടാതെയായി, കൂട്ടുകാർക്ക് വേണ്ടാതെയായി, സംഘടനക്കാർക്ക് വേണ്ടാതെയായി, ആർക്കും വേണ്ടാതെയായി ഒരു പാഴ്വസ്തുവായി അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് പ്രിയപ്പെട്ടവരെ. ആ സമയത്തും നിനക്ക് വിലയുള്ളൊരു ഇടമേതാണെന്നറിയുമോ? നിന്റെ കരച്ചിലിന് വിലയുള്ളൊരു ഇടമേതാണെന്നറിയുമോ? നിന്റെ തേട്ടത്തിന് ഉത്തരം നൽകുന്ന ഇടമേതാണെന്നറിയുമോ? നിന്റെ വേദനയ്ക്ക് ഉത്തരം നൽകുന്ന ഇടമേതാണെന്നറിയുമോ? അത് അല്ലാഹുവിന്റെ സവിധം മാത്രമാണ്. നീ ഒട്ടിയാൽ തുറക്കുന്ന ഒരേ ഒരു വാതിൽ മാത്രമേ അപ്പോൾ അവശേഷിക്കുകയുള്ളൂ. അത് അല്ലാഹുവിന്റെ വാതിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നിരുപാധികം നമ്മൾ സ്നേഹിക്കുന്ന ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ. അത് അല്ലാഹുവാണ്, പടച്ചറപ്പാണ്. അല്ലാഹുവിനെ നാം ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിലും അവർ നമുക്ക് അന്നം നൽകും, വെള്ളം നൽകും. അല്ലാഹുവിനെ തെരുപറഞ്ഞ് നടക്കുന്ന യുക്തിവാദികളും ഈശ്വരവാദികളുമുണ്ട്. അവരുടെ ശരീരത്തിലും സൗഖ്യം നൽകുന്നവൻ പടച്ചവനാണ്. അവരുടെ വായിലേക്ക് മണ്ണം വെച്ചു കൊടുക്കുന്നവൻ പടച്ചവനാണ്. അവരുടെ തൊണ്ടയുടെ ദാഹം അകറ്റുന്നവൻ പടച്ചവനാണ്. അവരുടെ ശ്വാസകോശങ്ങൾക്ക് ഓക്സിജൻ നൽകുന്നവൻ പടച്ചവനാണ്. അർ-റഹ്മാൻ എന്ന് നാം പാരായണം ചെയ്യുമ്പോ, പരമകാരുണികൻ നാം അർത്ഥം പറയുമ്പോ, ഈ ലോകത്തുള്ള സകല ജീവികളോടും സകല മനുഷ്യരോടും ഒരുപോലെ കരുണ കാണിക്കുന്നവനാണ് പടച്ചറപ്പെന്ന അർത്ഥം അതിനുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയാലും അതിലുള്ള പ്രതീക്ഷണം ഒരിക്കലും അസ്തമിച്ചു പോകുന്നില്ല കേട്ടോ. അല്ലാഹുവിന്റെ പ്രത്യാശ ഒരിക്കലും അസ്തമിച്ചു പോകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മകൻ 10 ആണ്ടുകൾക്കപ്പുറത്ത് കാണാതെയായി പോയിട്ടും യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളോട് പറയുന്നത് എന്താണെന്നറിയുമോ? മക്കളെ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ, അല്ലാഹുവിന്റെ പ്രതീക്ഷയിൽ നിരാശപ്പെട്ടു പോകരുത്. ആളുകളാണ് അല്ലാഹുവിനോടുള്ള പ്രതീക്ഷ കൈവിടുക, പടച്ചറപ്പിനോടുള്ള പ്രതീക്ഷ ഇല്ലാതെയാവുക. ആളുകൾക്കാണ് സത്യനിഷേധികൾക്കാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അല്ലാഹുവിന്റെ ഇടപെടൽ ഒരിക്കലും അവസാനിക്കുന്നില്ല. അല്ലാഹുവിന്റെ സ്നേഹത്തിനൊരു വന്ദനം വരുന്നില്ല. അല്ലാഹുവിന്റെ ഖജനാവ് ഒരിക്കലും തീർന്നു പോകുന്നില്ല. അല്ലാഹുവിന്റെ ഉത്തരത്തിന് ഉത്തരം ഒരിക്കലും തടയപ്പെടുന്നില്ല. അല്ലാഹുവിന്റെ ശിഫ ഒരിക്കലും തോറ്റു പോകുന്നില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് ഒരിക്കലും തീർന്നു പോകുന്നില്ല. അല്ലാഹുവിന്റെ കലിമത്ത് ഒരിക്കലും എഴുതി അവസാനിപ്പിക്കാൻ കഴിയില്ല. കുല്ലൗകാനൽ ബഹ്റു മിദാദൻ കലിമാത്ത് റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്ത് റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദാ. വിശാലമായ സമുദ്രത്തിന്റെ വെള്ളം മുഴുവൻ മഷിയായി ഉപയോഗിച്ച് അല്ലാഹുവിന്റെ നാമങ്ങൾ എഴുതാൻ ശ്രമിക്കഴിഞ്ഞാലും അല്ലാഹുവിന്റെ നാമങ്ങൾ തീരുന്നതിന്റെ എത്രയോ മുമ്പ് തന്നെ ആ കടൽ മഷിയായി തീർന്ന് ആ മഷി അങ്ങോട്ട് തീർന്നു പോകുമെന്ന് ഖുർആനിൽ പറയുകയാണ്. എന്നിട്ട് ആ കടൽ പോലെയുള്ള അനേകായിരം കടലുകളെ കൊണ്ടുവന്നിട്ട് പിന്നെ കലിമത്തുകൾ എഴുതാൻ നോക്കിയാലും ആ കലിമത്തുകൾ എഴുതി തീർക്കാൻ കടലോ കടലിന്റെ കടലുകളോ സാധ്യമല്ല, പ്രാപ്തമല്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ്. ആ റബ്ബിനോട്, ആ രക്ഷിതാവിന് നമ്മോടുള്ള സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. 50-ാം അധ്യായം സൂറത്തുൽ ഖാഫിന്റെ 16-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുകയാണ്, വലഖദ് ഖലഖനൽ ഇൻസാന, നാമാണ് മനുഷ്യനെ പഠിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ ഹൃദയാന്തരങ്ങളിലെ മന്ത്രമറിയുന്നവൻ നാമാണ്. അവന്റെ നെടുവീർപ്പുകളും വിശ്വാസങ്ങളും അറിയുന്നവൻ നാമാണ്. അവന്റെ തലച്ചോറിന്റെ ആന്തോളനങ്ങൾ അറിയുന്നവൻ നാമാണ്. അവന്റെ വൈകാരികതകളുടെ തീവ്രതകൾ അറിയുന്നവൻ നാമാണ്. അവന്റെ മനസ്സിനെ മതിക്കുന്ന മനോഗതകൾ അറിയുന്നവൻ നാമാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്,
അവന്റെ കണ്ടനാടിയെ കാൽവെച്ച അവന്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയാണ് ഞാനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സൂറത്ത് സുമറിന്റെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അലൈഹിസ്സലാഹു ബികാഫിൻ അബ്ദാ, ഇത്രയും കഴിവുകളുള്ള, ഇത്രയും ശക്തിയുള്ള, ഇത്രയും സ്നേഹമുള്ള, ഇത്രയും വാത്സല്യമുള്ള, ഇത്രയും അടുത്തുള്ള, ഇത്രയും പരിഗണിക്കുന്ന സ്നേഹസമ്പന്നനായ വാത്സല്യത്തിന്റെ പ്രകടമായ കാരുണ്യത്തിന്റെ പ്രതിരൂപമായ നിന്റെ റബ്ബ് നിനക്ക് പോലെ, നിന്റെ രക്ഷിതാവ് നിനക്ക് പോലെ, അവൻ നിനക്ക് മതിയായവനല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ മറുപടി പറയുന്നു, പോരാ, അല്ലാഹു പോരാ, എനിക്കൊരു വേദന വരുമ്പോ എന്റെ റബ്ബ് പോരാ, കാരുണ്യവാനായ എന്റെ റബ്ബ് പോരാ, വാത്സല്യനിധിയായ എന്റെ റബ്ബ് പോരാ, ഞാൻ വിളിച്ചാൽ വിളികേൽക്കുന്ന എന്റെ റബ്ബ് പോരാ എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പലരും ഇങ്ങനെ പാടി പറയുകയാണ്. എന്താണ് പറയുന്നത്? എന്നെ വായൂടാതീരം നൽകും ഞാനെന്നോട്. ഇത് കേൾക്കുന്ന ഒരു മുസ്ലിം വിചാരിക്കും അല്ലാഹുവിനെ കുറിച്ച് പാടിയതാണെന്ന്. എന്താ ഈ പറയുന്നത്? ഈ ലോകത്ത് നീ എവിടെയാകട്ടെ, കടലിന്റെ നടുവിലാകട്ടെ, കാടിന്റെ ഉള്ളിലാകട്ടെ, മരുഭൂമിയുടെ മധ്യത്തിലാകട്ടെ, എവിടെയാകട്ടെ, അവിടെ വെച്ച് നീ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ വായ കൂടുന്നതിന് മുന്നേ ഞാൻ നിനക്ക് ഉത്തരം നൽകുന്നതാണെന്ന് പാടി പറയുമ്പോ ഒരു മുസ്ലിം വിചാരിക്കും അല്ലാഹുവിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കണേ, ഈ വരികൾ മുഹ്യിദ്ദീൻ മാലയിലുള്ളതാണ്. ഈ പറയുന്നത് അല്ലാഹുവിനെ കുറിച്ചല്ല, മുഹ്യിദ്ദീൻ ശൈഖിനെ കുറിച്ചാണ്. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ കുറിച്ചാണ്. അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്ന ബഗ്ദാദിൽ ജീവിച്ചുപോയ മഹാനായ പണ്ഡിതൻ മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുള്ളയെ കുറിച്ചാണ് ഈ പറയുന്നത്. അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല കേട്ടോ, അദ്ദേഹം അത് അംഗീകരിച്ചിട്ടില്ല കേട്ടോ, അത് അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, കഴിവാരുടേതാണ്. 27-ാം അധ്യായം സൂറത്തുൽ നഹ്ലിന്റെ 62-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅാ ഫയക്ഷിഫുസ് സൂ വയജഅലുകും ഖുലഫാ അല്ലാഹു വല്ലാത്ത ചോദ്യമാണ്. ഗതികെട്ടവനെ, ഗതികെട്ടുപോയവനെ, ഭൂമിയുടെ മധ്യത്തിലാകട്ടെ, കടലിന്റെ നടുവിലാകട്ടെ, കാടിന്റെ ഉള്ളിലാകട്ടെ, ശത്രുവിന്റെ വാളിന്റെ തലപ്പെട്ടാകട്ടെ, വന്യമൃഗത്തിന്റെ കടിച്ചു കയറാൻ വരുന്ന ദുഷ്ടങ്ങളുടെ നടുവിലാകട്ടെ, ഗതികെട്ടുപോയവനെ, നിനക്ക് ഉത്തരം നൽകുന്നവൻ ഞാനല്ലാതെ മറ്റാരാണ്? നിന്റെ പ്രയാസവും പ്രതിസന്ധിയും മാറ്റുന്നവൻ ഞാനല്ലാതെ മറ്റാരാണ്? അല്ലാഹുവല്ലാതെ അവന് പകരമായി നിങ്ങൾക്ക് വേറെ ഇലാഹുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ പകരം അല്ലാഹുവോട് പറയേണ്ടതുപോലെ, അല്ലാഹുവിനെ കുറിച്ച് പറയേണ്ടതുപോലെ ഔലിയാക്കളെ കുറിച്ച് പറയുന്ന ഭീകരമായ ദുരന്തമാണത്. അവിടെ എന്ന് പറയുകയാണ്, വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ എന്തായി പറയുന്നത്? നമ്മളിങ്ങനെ പോകുമ്പോ ബേക്കറികളും ഹോട്ടലുകളും ഒക്കെ ഇങ്ങനെ കാണുമ്പോ ആ കുട്ടിച്ചിനകത്ത്, കണ്ണാടി കൂടിനകത്ത് പല പലഹാരങ്ങൾ കാണാറുണ്ട്. ലഡുവും ജിലേബിയും മൈസൂർ പാവും എല്ലാം കാണാറുണ്ട്. അതുപോലെ ഉണ്ടക്കായും പഴംപൊരിയും എല്ലാം കാണാറുണ്ട്. ഇതുപോലെ അകത്തുള്ള വസ്തുവിനെ കാണുന്നത് പോലെ മനുഷ്യ മനസ്സിന്റെ മനോവിധങ്ങളിലുള്ള മനോവ്യവഹാരങ്ങളെ കാണാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് പറയുന്നത്. ഇതാരുടെ സിഫത്താണ് പ്രിയപ്പെട്ടവരെ? 40-ാം അധ്യായം സൂറത്തുൽ ഗാഫിറിന്റെ 19-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, കണ്ണിന്റെ കട്ടുനോട്ട് അറിയുന്നവനാരാണ്? ഹൃദയത്തിന്റെ മന്ത്രങ്ങൾ അറിയുന്നവനാരാണ്? മനസ്സിന്റെ ഒളിപ്പിച്ചു വെച്ച വൈകാരികതകൾ അറിയുന്നവനാരാണ്? അല്ലാഹുവാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവിടെയും ചോദ്യം പ്രിയപ്പെട്ടവരെ, അല്ലാഹു സ്നേഹത്തോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ പരിശുദ്ധ ഖുർആനിൽ പല ഭാഗങ്ങളിലും എന്റെ അടിമകളെ എന്ന് അല്ലാഹു വാത്സല്യത്തോടെ വിളിച്ചിട്ടുണ്ട്, സ്നേഹത്തോടെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ വിളിച്ചൊരു സംഗതിയാണ് കുൽ നബിയെ പറയുക, നബിയെ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദി, എന്റെ അടിമകളെ.
അല്ലാഹുവിന്റെ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അല്ലാഹു വിളിക്കാണ് എന്റെ അടിമകളെ. എങ്ങനെയുള്ള അടിമകളെ? الذين اسرفوا على انفسهم സ്വന്തങ്ങളോട് അക്രമം ചെയ്ത അടിമകളെ, വ്യഭിചരിച്ചവരെ, ലഹരി ഉപയോഗിച്ചവരെ, കളവും തട്ടിപ്പും നടത്തിയവരെ, ജീവിതത്തിൽ വഴിപെട്ട് ജീവിതം മുന്നോട്ട് നയിച്ചവരെ, അവരോട് അല്ലാഹു പറയാനുള്ളത് എന്താണ്? ഞാൻ നരകത്തിലിടുമെന്നാണോ? നിങ്ങൾക്ക് ഞാൻ പുറത്തു തരൂല എന്നാണോ? ഭീകരമായ ശിക്ഷ ഞാൻ നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണോ? അല്ല. പിന്നെ റബ്ബിന് പറയാനുള്ളത് എന്താണ്? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെട്ടു പോകരുത് എന്റെ അടിമകളെ. എന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ. എല്ലാ പാപങ്ങളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. എല്ലാ പാപങ്ങളും ഞാൻ നിങ്ങൾക്ക് മാപ്പാക്കി തരാം. അല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും വയുരീദു الذين يتبعون الشهوات أن تميلوا ميلا عظيما. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിലും ഇച്ഛയെ പിൻപറ്റുന്നവരെ നിങ്ങൾ ഇങ്ങനെ വിദൂരം 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 അല്ലാഹുവിന്റെ മഗ്ഫിറത്തിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും. അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരാൻ ആഗ്രഹിക്കുന്നു, ലഘൂകരിച്ചു തരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ദൗർബല്യം എന്താണെന്ന് പഠിച്ചോനറിയാം, നിങ്ങളുടെ ദുർബലത എന്താണെന്ന് പഠിച്ചോനറിയാം. ഇതിനേക്കാൾ സ്നേഹത്തോടെ മറ്റാരാണ് നമ്മോട് സംസാരിക്കുക? പ്രിയപ്പെട്ടവരെ, ഇതിന്റെ അപ്പുറത്തുള്ള വാത്സല്യം ഈ മഹാപ്രപഞ്ചത്തിൽ എവിടെയാണ് നമുക്ക് കിട്ടുക? ഈ ആയത്തുകളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് എന്നോട് പാപമോചനം തേടൂ, എന്നോട് മാപ്പിരക്കൂ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകാം, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം, ഞാൻ നിങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകാം എന്ന് അല്ലാഹു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് പരിശുദ്ധ ഖുർആനിൽ, മറുഭാഗത്ത് നിന്ന് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട പല ആളുകളും അതാ ഇർതകബതു അലൽ ഖതാ ഗയറ ഹസ്ബിൻ മഅദദ ലാ തശ്കു ഫീഹി യാ സീദി ഖൈറൻ നബി. ലോകത്തെ ഏറ്റവും തീവ്രമായി തൗഹീദിനെ സ്നേഹിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് വിളിച്ചിട്ട് തൗഹീദിന്റെ ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അല്ലാഹുവിനോട് പറയേണ്ട കാര്യമല്ല, പച്ചയായി പ്രവാചകനെ വിളിച്ചിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് പറയുകയാണ്. എന്താണ് പറയുന്നത്? നബിയേ, പാപമെന്ന വാഹനമിൽ അറ്റമില്ലാതെ ഞാൻ കയറിയിരിക്കുകയാണ് നബിയേ. ലകശ്ഫു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അങ്ങയോടാണ് ഞാൻ അന്യായം ബോധിപ്പിക്കുന്നത്. അല്ലാഹു ചോദിക്കുകയാണ്, പാപം കൊടുത്തു തരാൻ അല്ലാഹുവല്ലാതെ മറ്റാരാണുള്ളത്? തെറ്റ് മാപ്പാക്കി തരാൻ അല്ലാഹുവല്ലാതെ മറ്റാരാണുള്ളതെന്ന് പഠിച്ചോണ്ട് വിശുദ്ധ ഖുർആനിൽ ചോദിക്കുമ്പോ ഇതൊന്നും ഞാൻ എന്റെ വകയായിട്ട് പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആനിലെ വ്യക്തമായ ആയത്തുകളിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ വരികളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന പച്ചയായ ആദർശവാദങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വിളിച്ചാൽ നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു അല്ലാത്ത മരിച്ചു മൺമറഞ്ഞു പോയ മഹത്തുക്കളെ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം എന്താണ്? മൂന്ന് പ്രശ്നങ്ങളാണുള്ളത്, മൂന്ന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണുള്ളത്. അതിലൊന്നാമത്തെ പ്രശ്നം ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കി വെച്ചോ. ഈ പറയുന്ന മഹത്തുക്കളുണ്ടല്ലോ, നമ്മുടെ നബിയാകട്ടെ, സ്വഹാബികളാകട്ടെ, താബിഈങ്ങളാകട്ടെ, ഔലിയാക്കളാകട്ടെ, ശുഹദാക്കളാകട്ടെ, ആരാകട്ടെ മരിച്ചു മൺമറഞ്ഞു പോയ മഹത്തുക്കളുണ്ടല്ലോ, അവർക്ക് അദൃശ്യകാര്യങ്ങൾ അറിയാനുള്ള കഴിവില്ല കേട്ടോ. അവർക്ക് അദൃശ്യമറിയില്ല, അവർക്ക് അദൃശ്യമറിയാൻ കഴിയില്ല. അതിന് എത്ര തെളിവുകളുണ്ട്? മൂന്ന് തെളിവുകൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ മൂന്ന് തെളിവുകൾ പരിശുദ്ധ ഖുർആനിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തെ തെളിവ് എവിടെയാണെന്ന് അറിയുമോ? സൂറത്തുൽ അഅറാഫിന്റെ 20 മുതൽ 24 വരെയുള്ള വചനമാണ്. ശരിക്കും പഠിച്ചു വെച്ചോ. പരീക്ഷയായാലും അല്ലാഹുവിന്റെ റസൂലായാലും അദൃശ്യകാര്യങ്ങൾ അറിയില്ല, മറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ അറിയില്ല എന്നതിന്റെ ഖുർആനിൽ നിന്നുള്ള തെളിവാണ് പറയാൻ പോകുന്നത്. സൂറത്തുൽ അഅറാഫിന്റെ 7-ാം അധ്യായം, സൂറത്തുൽ അഅറാഫിന്റെ 20 മുതൽ 24 വരെയുള്ള വചനമാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുകയാണ്. ആദം നബിയും പൂർവാഭിയും സ്വർഗ്ഗത്തിലങ്ങനെ ജീവിക്കാൻ തുടങ്ങിയപ്പോ പിശാച് വരികയാണ്. എന്നിട്ട് ആദം നബിയോട് ചോദിക്കുകയാണ്, ഈ
മരത്തെ തൊട്ട് അല്ലാഹു നിങ്ങളെ തടഞ്ഞത് എന്തിനാണെന്നറിയുമോ? ഈ മരത്തെ തൊട്ട് അല്ലാഹു നിങ്ങളെ തടഞ്ഞത് എന്തിനാണെന്നറിയുമോ? ആദം നബി ഇങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കുന്നു. പിശാച് പറയുകയാണ്, നിങ്ങൾ ഇതിലെ പഴം നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ രണ്ട് മലക്കുകളായി മാറിപ്പോകും, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും മരിക്കാത്ത ആളുകളായി മാറിപ്പോകും. അങ്ങനെ കഴിക്കാതിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പടച്ചോടി മരത്തെ നിങ്ങൾക്ക് തടഞ്ഞത്. പറയുകയാണ്, സത്യം ചെയ്ത് പറയുകയാണ്, സത്യം ചെയ്ത് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ് കേട്ടോ, ഞാൻ നിങ്ങൾ രക്ഷപ്പെട്ടോടെ ഞാൻ പറയുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് ഗുണണ്ടായിക്കോട്ടെ ഞാൻ പറയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, കുട്ടിയകത്തുള്ള വസ്തുവിനെ പോലെ ഹൃദയവികാരങ്ങളെ കാണാനുള്ള കഴിവ് അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കോ ഔലിയാക്കൾക്കോ പടച്ചോ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിശാച് പറയുന്നത് കളവാണെന്ന് മറഞ്ഞ കാര്യം പറയാൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് കഴിയണ്ടേ? ആദം നബി പ്രവാചകനല്ലേ, ആദ്യത്തെ മനുഷ്യനല്ലേ, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയല്ലേ, അദ്ദേഹത്തിന് കഴിഞ്ഞോയില്ല. ആദം നബിയും ഹവ്വായും ചതിക്കപ്പെടുകയാണ്. ചതിക്കപ്പെടാനുള്ള കാരണം എന്താണ്? അവർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവില്ല എന്നതാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടാണ് ഈ ലോകത്ത് വന്നിട്ട് പറയുന്നത്, റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം ചെയ്തു പോയി, നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും റബ്ബേ. ഒന്നാമത്തെ തെളിവതാണ്. രണ്ടാമത്തെ തെളിവേതാണ് പ്രിയപ്പെട്ടവരെ? സൂറത്തുൽ ഹൂദിന്റെ 11-ാം അധ്യായം, സൂറത്തുൽ ഹൂദിന്റെ 31-ാമത്തെ വചനം കൊടുത്ത് പരിശോധിക്കുക. 11-ാം അധ്യായം 31-ാമത്തെ വചനം. അതിൽ അല്ലാഹു പറയുകയാണ്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയുകയാണ്, വലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ്. എത്ര വ്യക്തം നൂഹ് നബി പറയുകയാണ്, എന്റെ ഈ അല്ലാഹുവിന്റെ ഖജാനയൊന്നുമില്ല കേട്ടോ. വലാ അഅലമുൽ ഗൈബ്, എനിക്ക് രഹസ്യം അറിയാനും കഴിയില്ല, ഗൈബ് മറഞ്ഞ കാര്യം അറിയാനും കഴിയുകയില്ല. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമുദായത്തോട് കൃത്യമായി പറയുകയാണ്. അവിടെയും പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ആദ്യമായി അല്ലാഹു ഖലീൽ എന്ന് വിളിച്ച മനുഷ്യനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി തന്നെ ചോരപ്പൈതലിനെയും പ്രിയപ്പെട്ടവരെയും ആരോരുമില്ലാത്ത ഭൂമിയിൽ ഉപേക്ഷിച്ചു പോരാൻ തയ്യാറായ അല്ലാഹുവിന്റെ ഇഖ്തിദാസനാസ്, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി തന്റെ പ്രിയപ്പെട്ട മകന്റെ കഴുത്തിലേക്ക് തട്ടിവെക്കാൻ തയ്യാറായ അല്ലാഹുവിന്റെ ഇഖ്തിദാസനാസ്, അല്ലാഹുവിന്റെ തൗഹീദിന്റെ വിളംബരത്തിന് വേണ്ടി നമ്രൂദിന്റെ സ്വേച്ഛാധിപതിയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് സധൈര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമത്ത് മുഴങ്ങിയ അല്ലാഹുവിന്റെ ഇഖ്തിദാസൻ, അല്ലാഹുവിന്റെ ചങ്ങാതി അല്ലാഹു വിശേഷിപ്പിച്ചാണ്. ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് 3 മലക്കുകൾ വരികയാണ്. അതിലൊരാൾ ജിബ്രീലാണ്. ഈ 3 മലക്കുകളുടെ സംഭവം സൂറത്തുൽ ഹൂദിലെ 69 മുതൽ 70 വരെയുള്ള വചനത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി ഈ മലക്കുകളെ കണ്ടപ്പോൾ ഇത് മലക്കുകളാണെന്ന് തിരിച്ചറിഞ്ഞില്ല, അദ്ദേഹത്തിന് മനസ്സിലായില്ല. അതിഥികൾ വന്നപ്പോൾ ഇബ്രാഹിം നബി വേഗം പോയിട്ട് ചുട്ട മാംസം കൊണ്ടുവരികയാണ് അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി, ചുട്ട ഇറച്ചി കൊണ്ടുവരികയാണ് അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി. മലക്കുകൾ ഭക്ഷണം കഴിക്കൂല, ഇബ്രാഹിം നബിക്ക് അറിയാത്തത് കൊണ്ടല്ല, ഇലമില്ലാത്തത് കൊണ്ടല്ല, വന്നത് മലക്കുകളാണെന്ന മറഞ്ഞ കാര്യം അറിയാൻ ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇബ്രാഹിം നബിക്ക് പേടിയായി അവർ ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു, ഇബ്രാഹിം ഭയപ്പെടേണ്ട, ഞങ്ങളൊരു കുട്ടിയെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ്. വന്നത് മലക്കുകളാണെന്നോ വന്നത് എന്തിനാണെന്നോ തിരിച്ചറിയാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് സാധിച്ചിട്ടില്ല. മഹാന്മാരെ വിളിക്കുന്നതിന്റെ ഒന്നാമത്തെ പ്രശ്നം എന്താണ്? അവർക്ക് അദൃശ്യം അറിയാൻ കഴിയില്ല. 3 തെളിവുകളാണ് തന്നത്. നിങ്ങൾക്ക് ഓടയില്ലാത്ത തെളിവുകൾ എഴുതിയെടുത്തിട്ട് ഏത് സ്ഥലം ചോദിക്കാം, അറിയില്ല.
നമ്മുടെ തൊണ്ട കൊട്ടി വിളിച്ചാലും ആ വിളി കേൾക്കാനോ നമ്മുടെ വേദനകൾ അറിയാനോ അവർക്ക് സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ഇനി അവരെ കേട്ടു എന്ന് നമ്മൾ ജയിപ്പിച്ചു. നമ്മളെ കേൾക്കും. അല്ലാഹു പറയാണ് ഉത്തരവില്ല, ഒരിക്കലും ഉത്തരവില്ല. അതിനുള്ള എത്രയോ തെളിവുകൾ, 3 തെളിവുകൾ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. 3 തെളിവുകൾ. നമ്മളിങ്ങനെ മഹാന്മാരെ വിളിച്ചാൽ, മരിച്ചവരെ വിളിച്ചാൽ അവർ ഉത്തരവ് നൽകുകയില്ല എന്നതിന്റെ 3 തെളിവുകൾ. 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിന്റെ 14-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, നിങ്ങൾ അവരെ വിളിച്ചാൽ അവരെ കേൾക്കുകയില്ല. കേട്ടു എന്ന് നിങ്ങൾ ജയിപ്പിച്ചാൽ തന്നെയും അവർ നിങ്ങൾക്ക് ഉത്തരവ് നൽകുകയില്ല. 40 കൊല്ലം മുരീശേഖിന്റെ മുരീദായിട്ട് എല്ലാ കൊല്ലവും റാത്തി വെച്ച് മൗലൂദ് കഴിച്ച് മുരീശേഖിനെ വിളിച്ച് ഇരുട്ടത്ത് മൈദപ്പൊടി വിതറിയിട്ട് മുരീശേഖിനെ വിളിച്ച അബൂബക്കർക്കെയും അതുപോലെ തന്നെ അജ്മൽക്കെയും ഖാദർക്കെയും എല്ലാം നാളെ പരലോകത്തെത്തുകയാണ്, മാഷറയിലെത്തുകയാണ്. ജീലാനി തങ്ങളോടുണ്ട് സന്തോഷത്തോടെ ജീലാനിന്റെ അടുത്തേക്ക് പോവാണ്. നിങ്ങളാണ് ഞങ്ങളുടെ തങ്ങൾ കേട്ടോ, നിങ്ങളാണ് ഞങ്ങളുടെ ഖാദിരീത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആള്. നിങ്ങൾ തിരിച്ചോടിക്കാണ് ഖാദിരീ തരീഖത്തോ എന്ത് തരീഖത്താണത്? എനിക്കൊറ്റ തരീഖത്ത് മാത്രമേ അറിയുള്ളൂ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച തരീഖത്താണ്. നിങ്ങളൊക്കെ ആരാണ്? അപ്പൊ പറയുകയാണ്, ഞങ്ങൾ അങ്ങയെ വിളിച്ചവരാണ്, അങ്ങയുടെ മുരീദന്മാരാണ്, ഞങ്ങളുടെ കയ്യിലാണ് എന്റെ മുരീദാരും നരകത്തിൽ നിന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞ് പാടി പഠിപ്പിക്കുന്നതിനാണ്. മുരീശേഖിന്റെ മുരീദായി കഴിഞ്ഞാൽ പിന്നെ നരകത്തിലേക്ക് പോകാനാണ്. ഞാനെന്റെ പ്രിയപ്പെട്ടവർ ഭാഷയിൽ എത്തിക്കഴിഞ്ഞാൽ ആ മുരീശേഖിനെ നിങ്ങൾ അറിയുക പോലും ഉണ്ടാവുകയില്ല. ആ മുരീശേഖിന് നിങ്ങളെ മനസ്സിലാവൂല, ആ മുരീശേഖിനെ നിങ്ങൾ തിരിച്ചറിയൂല. നിങ്ങൾ ചെയ്ത ശുദ്ധിനെ തൊട്ട് അവർ നിഷേധിക്കുകയും ചെയ്യും. കാരണം അതൊന്നും അവരറിഞ്ഞിട്ടില്ല, ഒരു ഉത്തരം നൽകാൻ പോകുന്നില്ല. ഒന്നാമത്തെ തെളിവ്. ഇനി രണ്ടാമത്തെ തെളിവ് കൂടി പിടിച്ചോ. 46-ാം അധ്യായം സൂറത്തുൽ അഹ്ഖാഫിന്റെ 5-ാമത്തെ ആയത്ത് അല്ലാഹു പറയുകയാണ്, വഴികെട്ടുപോയവനാരാണ്? യഥാർത്ഥ വഴികെട്ടുപോയവൻ ആരാണ്? അല്ലാഹു പറയുകയാണ്, ഏറ്റവും വഴിപിഴച്ചു പോയവനാരാണെന്നറിയുമോ? അല്ലാഹുവിനെ പുറമെയുള്ളവരെ വിളിക്കുന്നവരാണ്. അവരുടെ പ്രത്യേകത എന്താണ്? അവരാരാണെന്നറിയുമോ? ഖിയാമത്ത് നാളെ വിളിച്ചാൽ അവർക്ക് ഉത്തരം നൽകാൻ അവർക്ക് കഴിയുകയില്ല. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 10,000 വട്ടമല്ല, 1,00,000 വട്ടമല്ല, കോടാനുകോടി തവണ വിളിച്ചാലും ഉത്തരം ചെയ്യാൻ ഈ പറയുന്ന തങ്ങന്മാർക്കോ ഔലിയാക്കൾക്കോ അമ്പിയാക്കൾക്കോ സാധ്യമല്ല എന്ന് ഖുർആൻ കുറിച്ചുകയാണ്. ഇനി 3-ാമത്തെ തെളിവ് കൂടി മനസ്സിലാക്കിക്കോ പ്രിയപ്പെട്ടവരെ. ഇവിടെയാണ് സൂറത്തുൽ അഅറാഫ് 194-ാമത്തെ വചനമാണ്. അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിനെ പുറമെ വിളിക്കുന്നവരുണ്ടല്ലോ, അല്ലാഹുവിനെ പുറമെ വിളിച്ചു കേൾക്കുന്നവരുണ്ടല്ലോ, അവരാരാണെന്നറിയുമോ? ഇബാദുൻ അംസാലുക്കും, നിങ്ങളെ പോലെയുള്ള അടിമകളാണ്. നിങ്ങൾ വിളിക്കുക, അവർക്ക് ഉത്തരം തരട്ടെ, സത്യവാന്മാരായി അല്ല വെല്ലുവിളിക്കാണ്. അല്ലാഹുവിനെ പുറമെ വിളിക്കുന്നവർ നിങ്ങളെ പോലെയുള്ള കേവല അടിമകൾ മാത്രമാണ്. തിന്നുന്നവർ, കുടിക്കുന്നവർ, ഉറങ്ങുന്നവർ, വേദനയുള്ളവർ, സങ്കടമുള്ളവർ, വിഷമമുള്ളവർ, മരിക്കുന്നവർ, ഉയർത്തെഴുന്നേൽക്കുന്നവർ അവരാണ്. അവർ നിങ്ങൾക്ക് ഉത്തരം തരട്ടെ. ഈ കുന്തും സ്വാധീനം സത്യമെന്ന് ഉത്തരം കിട്ടൂല. 10,000 കൊല്ലം വിളിച്ചാലും ഉത്തരം കിട്ടൂല. പ്രിയപ്പെട്ടവരെ, അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നതിന്റെ 1-ാമത്തെ പ്രശ്നം പറഞ്ഞു, അതിന്റെ 3 തെളിവുകൾ പറഞ്ഞു. അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നതിന്റെ 2-ാമത്തെ പ്രശ്നം പറഞ്ഞു, അതിന്റെ 3 തെളിവുകൾ പറഞ്ഞു. അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നതിന്റെ 3-ാമത്തെ പ്രശ്നമാണ് പറയാൻ പോകുന്നത്. അതുമായി
അതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് പറയാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കോ, അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നതിന്റെ ഒന്നാമത്തെ പ്രശ്നം അവർക്ക് അദൃശ്യമായി അറിയാൻ കഴിയില്ല എന്നതാണ്. രണ്ടാമത്തെ പ്രശ്നം അവർ ഒരിക്കലും ഉത്തരം ചെയ്യുകയില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രശ്നമാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നമാണ് ഏറ്റവും ഭയാനകമായ പ്രശ്നം. പ്രശ്നമെന്താണെന്ന് അറിയുമോ? ആ വിളിയോടുകൂടി നിങ്ങൾ ശിർക്ക് ചെയ്തു, അല്ലാഹുവിൽ പങ്കു ചേർത്തു. ആ വിളിയോടുകൂടി ശിർക്ക് ചെയ്യുകയാണ്. അബ്ദുൽ ഖാദിർ ജിലാനി എന്ന മനുഷ്യൻ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ശിർക്ക് ചെയ്തു, അയാളുടെ വിശ്വാസത്തിൽ ശിർക്ക് സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, സാധാരണ അത് പറയുമ്പോ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ കുറിച്ച് അങ്ങനെ പറയുന്നത്? ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരല്ലേ, ഞങ്ങൾ പടച്ചോറിൽ വിശ്വസിക്കുന്നവരല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ കുറിച്ച് അങ്ങനെ പറയുന്നത്? എന്നാൽ പ്രിയപ്പെട്ടവരെ കേട്ടോളൂ, സൂറത്ത് യൂനുസ് 10-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ അല്ലാഹു വിവരിക്കുകയാണ്. അവരോട് ചോദിക്കുക, ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് തിന്നാൻ തരുന്നവരാരാണ്? ആരാണ് കാഴ്ചയെയും കേൾവിയെയും അധീനപ്പെടുത്തുന്നത്? ആരാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്, ജീവിക്കുന്നവരെ മരിപ്പിക്കുന്നത്? നടത്തുന്നവരാരാണ് എന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ അവർ മറുപടി പറയുകയാണ്, ആരാണ് മറുപടി പറയുന്നത്? വലീദ് ഇബ്നു മുഗീറയാണ് മറുപടി പറയുന്നത്. ഉത്ബത്തും ശൈബത്തുമാണ് മറുപടി പറയുന്നത്. മക്കയിലെ കഅബാലയത്തിന്റെ അകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട 300 ചില്ലാനം വിഗ്രഹത്തിന്റെ മുന്നിൽ പൂജാകർമ്മങ്ങൾ അർപ്പിക്കുന്ന മക്കയിലെ മുശ്രിക്കുകളാണ് പറയുന്നത്, ഞങ്ങൾ കണ്ണടച്ച് നൽകുന്നവനല്ല, ഞങ്ങൾക്ക് വെള്ളം നൽകുന്നവനല്ല, കാഴ്ച നൽകുന്നവനല്ല, നൽകുന്നവനല്ല, മഴ വർഷിപ്പിച്ചു തരുന്നവനല്ല, ജീവിപ്പിക്കുന്നവനല്ല, മരിപ്പിക്കുന്നവനല്ല, എല്ലാം നിയന്ത്രിക്കുന്നവനല്ല. അപ്പൊ അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തതല്ല, പടച്ചോലിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ടും അല്ലാഹുവിൽ അവർ വിശ്വസിച്ചിട്ടും മഹത്തുക്കളായ മഹാന്മാരായ അവരുടെ കൂട്ടത്തിൽ ജീവിച്ച നല്ല മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ശിർക്കായി പോയി, അവരുടെ അമീത പിഴച്ചുപോയി. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് പ്രിയപ്പെട്ടവരെ, കൃത്യമായി മനസ്സിലാക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് സുമറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ പറയുന്ന ആളുകൾ പറയുന്ന ന്യായം എന്താണ്? മാനഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ അവരെയൊന്നും ആരാധിക്കുന്നില്ല കേട്ടോ, അല്ലാഹുവിലേക്ക് ഒരു അടുപ്പം അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെയൊന്നും ആരാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതുപോലെ നമ്മോട് പറയുന്നത് ഞങ്ങളൊന്നും സമദീയത്ത് കൽപ്പിക്കുന്നില്ല. സമദീയത്ത് എന്താണ്? അല്ലാഹുവിന് മാത്രമാണ് സ്വയം കഴിവ്. അല്ലാഹു കൊടുത്ത കഴിവിനാണ് ഈ പറയുന്ന മരീഷയായാലും മമ്പർത്തങ്ങളായാലും ശിയമടവരായാലും ആരായാലും അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് സഹായിക്കുക എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ കേട്ടോളൂ, സ്വഹീഹുൽ മുസ്ലിമിന്റെ 1185-ാമത്തെ ഹദീസിൽ അതാ പ്രവാചകൻ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു റസൂലിന്റെ ഹദീസുകളിൽ വന്ന പ്രസിദ്ധമായ സ്വഹീഹായ ഹദീസാണ്, നിഷേധിക്കാൻ കഴിയില്ല. 1185-ാമത്തെ ഹദീസാണ്. ആ ഹദീസിൽ അതാ മഖാമുശ്രിക്കുകളുടെ തൽബിയത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്താണ് തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. മഖാമുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹജ്ജിന് വിളംബരം ചെയ്തതിനു ശേഷം ഹജ്ജ് മുടങ്ങിയിട്ടില്ല. കാലാകാലങ്ങളിൽ ഹജ്ജ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ബദറിൽ ഉഹുദിലും യുദ്ധം ചെയ്ത മഖാമുശ്രിക്കുകൾ ഹജ്ജിന് തൽബിയത്ത് ചൊല്ലുകയാണ്. എന്താണ് ഇവിടെ തൽബിയത്ത് എന്ന് പറയുമോ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, നമ്മുടെ അതേ തൽബിയത്ത്. ലബ്ബൈക ലാ ശരീക ലക, നമ്മുടെ അതേ തൽബിയത്ത്. എന്താണ് പറയുന്നത്? ലബ്ബൈക ലാ ശരീക ലക, നിനക്ക് പങ്കു
പങ്കുകാരില്ല. ആരാണ് പറയുന്നത്? മക്കാമുശികളാണ് പറയുന്നത്. എന്നിട്ട് അതിന്റെ ബാക്കി അവർ പറയുകയാണ്, ഇല്ല ശരീക്കൻ ഒരു തരത്തിലുള്ള പങ്കുകാരനല്ലാതെ. ആ പങ്കുകാരന്റെ പ്രത്യേകത എന്താണ്? ആ പങ്കുകാരൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിന്റേതാണ്. ആ പങ്കുകാരൻ എന്തൊക്കെ അധീനപ്പെടുത്തുന്നുണ്ടോ അതെല്ലാം നിന്റെ അധീനതയിലുള്ളതാണ്. അതായത് ഞങ്ങൾ വിളിക്കുന്ന മനാത്തക്കൊന്നും സ്വയം കഴിയില്ല, സ്വയം പര്യാപ്തതയില്ല. എന്നിട്ടും അവർ വിളിച്ചത് ശിർക്കായി. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നീതിമാനാണ്. പടച്ചോൻ മക്കാമുശികൾ ചെയ്യുമ്പോ ഒരു നിലപാട്, നമ്മൾ ചെയ്യുമ്പോ വേറെ നിലപാട് ഇല്ല. ആ പരിപാടി പടച്ചോനില്ല. ശരിക്കും മനസ്സിലാക്കിക്കോട്ടെ. മക്കാമുശികൾ യാത്രയെ എന്ന് വിളിച്ചത് ശിർക്കാകുമെങ്കിൽ ഞങ്ങൾ നമ്മളെ മൊയ്തീശയെ എന്ന് വിളിക്കുന്നത് ശിർക്ക് തന്നെയാണ്. മക്കാമുശികളുടെ ഉസ്സനെ വിളിക്കുന്നത് ശിർക്കാണെങ്കിൽ നമ്മുടെ മമ്പറത്തുകളെ വിളിക്കുന്നത് ശിർക്ക് തന്നെയാണ്. മക്കാമുശികളുടെ ഹുബലയെ വിളിച്ചത് ശിർക്കാകുമെങ്കിൽ നമ്മുടെ അജ്മീറിനെയും സിയമടരുകളെയും വിളിക്കുന്നത് ശിർക്ക് തന്നെയാണ്. ഏറ്റവും ഗൗരവമുള്ള പാപമാണ് പ്രിയപ്പെട്ടവരെ അവർ സംഭവിക്കുന്നത്. ഏറ്റവും ഗൗരവമുള്ള പാപം ശിർക്ക് സംഭവിച്ചാൽ, ഈ മൂന്നാമത്തെ പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള ദുരന്തം എന്താണെന്നറിയുമോ? ഒന്നാമത്തെ ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങളെല്ലാം ബാക്കിയായി പോകുന്നതാണ്. നമ്മുടെ ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് നോമ്പെടുത്തിട്ടുണ്ട്, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, പർവ്വത സമാനമായ നന്മയുടെ ഏടുകളുണ്ട്. പക്ഷേ മരിച്ചു പോകുന്നത് ശിർക്ക് ചെയ്യുന്ന രൂപത്തിലാണ്. അല്ലാഹുവിനെ വിളിക്കേണ്ട സ്ഥാനത്ത് രോഗം വരുമ്പോ, തടഞ്ഞു വീഴാൻ പോകുമ്പോ, അത്യാഹിതങ്ങൾ വരുമ്പോ, വാഹനാപകടത്തിന്റെ സമയത്ത് യാ അല്ലാഹ് ഇന്നാ ലില്ലാഹി എന്ന് പറയുന്നതിന് പകരം യാ റസൂലുള്ളാഹി എന്നാണ് നമ്മുടെ നാവിൽ നിന്ന് വരുന്നതെങ്കിൽ നമ്മുടെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട, നമ്മുടെ നോമ്പ് അല്ലാഹുവിന് വേണ്ട, നമ്മുടെ ഖുർആൻ പാരായണം അല്ലാഹുവിന് വേണ്ട, നമ്മുടെ അമലുകൾ അല്ലാഹുവിന് വേണ്ട, നമ്മുടെ ഒന്നും അല്ലാഹുവിന് വേണ്ട. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക, അങ്ങേക്ക് മുൻപ് അങ്ങയുടെ മുൻപുള്ള പ്രവാചകന്മാർക്ക് ഞാൻ കൃത്യമായി ബോധനം നൽകിയിട്ടുണ്ട്. എന്താണ് ബോധനം നൽകിയത്? ലഇൻ അശ്റക്ത, അങ്ങേക്ക് ശിർക്ക് സംഭവിച്ചു പോയാൽ, ആരോടാ പറയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനോട്. ശിർക്ക് സംഭവിച്ചാൽ അങ്ങയുടെ കർമ്മങ്ങൾ മുഴുവൻ ബാത്തിലായി പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, അങ്ങ് നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യുന്നതാണ്. മഅദല്ലാഹ്. പ്രിയപ്പെട്ടവരെ, വലിയ അപകടമാണത്. നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അല്ലാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല. 15ലധികം പ്രവാചകന്മാരുടെ പേരുകൾ എന്ന് പറയുന്നുണ്ട് അല്ലാഹു സൂറത്തുൽ അൻആമിൽ. വേറൊരു ആയത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അൻആമിൽ ഒരു ആയത്താണത്. 15ഓളം പ്രവാചകന്മാരുടെ പേരുകളാണ് അല്ലാഹു പറയുന്നത്. വബഹബനാ ലഹു ഇസ്ഹാഖ വയാഖൂബ് കുല്ലൻ ഹദൈനാ വനൂഹൻ ഹദൈനാ മിൻ ഖബൽ വമിൻ ദുർരിയ്യതിഹി ദാവൂദ വസുലൈമാന വഅയ്യൂബ വയൂസുഫ വമൂസാ വഹാറൂൻ വകദാലിക നജ്സിൽ മുഹ്സിനീൻ വസകരിയ്യ വയഹ്യ വഈസാ വഇല്യാസ് കുല്ലും മിനസ് സാലിഹീൻ വഇസ്മാഈല വൽയസഅ വയൂനുസ വലൂത്താ വകുല്ലൻ ഫദ്ദൽനാ അലൽ ആലമീൻ. 15ലധികം പ്രവാചകന്മാരുടെ പേരുകൾ ഖുർആനുമായി ബന്ധമുള്ള ആളുകൾക്ക് മനസ്സിലാവും ഈ ആയത്ത് കേൾക്കുമ്പോൾ. അല്ലാത്തവർ അങ്ങനെ നോക്കും, ഇങ്ങനെയൊക്കെ ആയത്ത് ഖുർആനിലുണ്ടോ എന്ന് ശ്രദ്ധയിൽ ഇതിൽപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ ഖുർആൻ ഒരു 30 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഓടി തീർക്കുന്ന ആളുകൾക്ക് ഈ ആയത്ത് കേൾക്കുമ്പോൾ ആയിരം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടി. തുടക്കത്തിൽ നമ്മുടെ പൈസ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, എന്റെ റബ്ബേ, എന്റെ ഈ സമുദായം ഖുർആനെ സെക്കൻഡറി ആയിട്ട് കണ്ടു, രണ്ടാം സ്ഥാനത്ത് കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ പരാതി പറഞ്ഞിട്ട് വിരലിങ്ങോട്ട് ചൂണ്ടുമ്പോൾ അതിന്റെ അറ്റത്തെങ്ങാനും ഞാൻ നിങ്ങൾ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞു. നമ്മളൊരു അമൽ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സന്തോഷിച്ചോളൂ. അതെല്ലാം തിരിച്ച് അപരിചിതത്വം തോന്നുന്നുണ്ടെങ്കിൽ ഭയപ്പെട്ടോളൂ, തിരുത്താൻ തയ്യാറായിക്കോളൂ. അപകടത്തിലാണ് നമ്മൾ ഉള്ളത്. ഈ 15ലധികം പ്രവാചകന്മാരുടെ പേരുകൾ എണ്ണി പറഞ്ഞിട്ട് അല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ട്, അവരെങ്ങാനും ശിർക്ക് ചെയ്താൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ.
അല്ലാഹു അക്ബർ. പടച്ചോൻ പറയുകയാണ്, അവർക്കെങ്ങാനും ശിർക്ക് സംഭവിച്ചാൽ അവരുടെ കർമ്മങ്ങൾ മുഴുവൻ ബാത്തിലായി പോകുന്നതാണ്. ഒരു കർമ്മവും പടച്ചോൻ വേണ്ട, ഒരു അമലും പടച്ചോൻ വേണ്ട. ഏത് പ്രവാചകനാകട്ടെ, ഏത് വലിയാകട്ടെ, ഏത് മഹാഗതനാകട്ടെ, ശിർക്ക് കലർന്ന പ്രവർത്തനം അല്ലാഹു കണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സംഭവിക്കുന്ന ദുരന്തത്തിന്റെ ഒന്നാം പടി ഏതാണ്? രണ്ടാം പടി ഏതാണെന്നറിയുമോ? ശിർക്ക് സംഭവിച്ച് മരിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള ഒരു മുസ്ലിമിന്റെ ദുആ പോലും നമുക്ക് കിട്ടുകയില്ല. സ്വന്തം മക്കളുടെ ദുആ പോലും നമുക്ക് കിട്ടുകയില്ല. നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ നമ്മുടെ മക്കളുടെ ഇടത്തെ തോളിൽ തിന്മ രേഖപ്പെടുത്തും. ശരിക്കും മനസ്സിലാക്കിക്കോ, നമ്മുടെ മരിച്ചാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അല്ലാഹ് എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ. അപ്പം സാധാരണ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? നമ്മുടെ വലത് തോളിൽ എഴുതി കൊടുക്കുമ്പോൾ ഒരു നന്മ, അതല്ല ഉണ്ടാവുക. ശിർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമ്മുടെ മക്കളോട് ഖുർആന്റെ കൽപ്പന എന്താണ്? മാകാന നബി വല്ലദീന ആമനൂ അയ്യസ്തഗ്ഫിറൂ ലിൽമുശ്രികീന വലൗ കാനൂ ഉലീ ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. നബിയാർക്ക് പാടുള്ളതല്ല, വിശ്വാസികൾക്കും പാടുള്ളതല്ല. എന്താണ് പാടില്ലാത്തത്? അയ്യസ്തഗ്ഫിറൂ ലിൽമുശ്രികീന, ശിർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക. വലൗ കാനൂ ഉലീ ഖുർബാ, ഉപ്പയായാലും ഉമ്മയായാലും ഭാര്യയായാലും മക്കളായാലും ജ്യേഷ്ഠനായാലും അനുജനായാലും ആത്മമിത്രമായാലും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തേണ്ടത് ഹറാമാണ്. അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ അസ്ഹാബുൽ ജഹീമാണ്, നരകത്തിനാളുകളാണ്. അവരോട് ഇസ്തിഗ്ഫാർ നടത്തരുത്. ഈ ഒരു ദുരന്തം സ്വന്തം മക്കൾ പ്രാർത്ഥിച്ചാൽ അവർക്ക് കുറ്റം കിട്ടുന്നതുകൊണ്ടും ചോദിക്കാറുണ്ട്, മുജാഹിദുകളെ നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഈ ജാറത്തിനെ കുറിച്ച് പറയുന്നത്? ഈ അടിയ സംഘടന ഉണ്ടാക്കുന്ന വിഷയങ്ങൾ എന്തിനാണ് നിങ്ങൾ എപ്പോഴും പറയുന്നത് എന്ന് ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട്. പറയപ്പെട്ടവരെ, ഞാനിവിടെ വന്നിട്ട് സ്വർഗത്തെ കുറിച്ച് നരകത്തെ കുറിച്ച് പറഞ്ഞാൽ അഭിനന്ദിക്കാനും നല്ല ഒരു ക്ലാസ്സായിരുന്നു, പുസ്തകമായിരുന്നു എന്നൊക്കെ പറയാനൊക്കെ ആളുകളുണ്ടാവും. ലഹരി വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തിയാൽ, മാതാപിതാക്കളോടുള്ള കടമയെ കുറിച്ച് സംസാരിച്ചാൽ, കുടുംബബന്ധത്തെ കുറിച്ച് സംസാരിച്ചാൽ എല്ലാവർക്കും പിടിക്കും, എല്ലാവർക്കും രസിക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, അതിനേക്കാളൊക്കെ അപ്പുറത്താണ്, അതിനേക്കാളൊക്കെ ഗൗരവമേറിയതാണ് എന്ത്? ഈ പറയുന്ന തൗഹീദിന്റെ വിഷയം പറയുക എന്നത്. ലോകത്ത് തൗഹീദ് പറഞ്ഞ ഒരാളും പൂച്ചെണ്ടുകൾ നൽകപ്പെട്ടിട്ടില്ല. ലോകത്ത് തൗഹീദ് പറഞ്ഞ ഒരാളും അനുമോദനങ്ങളും ഹർഷാരവങ്ങളുമോടെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലായില്ലേ? തൗഹീദ് പറഞ്ഞാൽ എതിർപ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മുജാഹിദുകൾ ഒരു കാലത്ത് വിളിച്ചിരുന്നത് ശ്മശാന വിപ്ലവക്കാർ എന്നാണ്. എന്താ കാരണം? പൊങ്ങിക്കിടക്കുന്ന ഖബറുകളെല്ലാം അത് ഇസ്ലാമിക വിരുദ്ധമായ ആശയാദർശങ്ങളുടെ പ്രതീകമാണ്. കേരളക്കരയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കുഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലും 10,000-കണക്കിന് പരിപാടികളിലൂടെ വിളിച്ചു പറയാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചു. അതുകൊണ്ട് നമ്മളെ എന്ത് വിളിച്ചു? ശ്മശാന വിപ്ലവക്കാരെന്ന് വിളിച്ചു. സാരില്ല പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന നിങ്ങൾക്കറിയോ, നമ്മുടെ ഉമ്മ മരിച്ചാൽ നമുക്ക് എത്ര സങ്കടം ഉണ്ടാവും? നമ്മുടെ ഉപ്പ മരിച്ചാൽ എത്ര സങ്കടം ഉണ്ടാവും? നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ ഇവരൊക്കെ മരണപ്പെട്ടു പോയാൽ നമുക്ക് എത്ര സങ്കടം ഉണ്ടാവും? പക്ഷെ മരണം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക വേർപാടാണ്. നമ്മളെല്ലാം ഒന്നുകൂടി പുനഃസംഗമിക്കും, ഒന്നുകൂടി ഒരുമിച്ച് ചേരും. ഇവിടെ നിന്നറിയോ? അള്ളാഹുവിന്റെ വിചാരണ കോടതിയും. അവിടെ നമ്മളെല്ലാം ഒരുമിച്ചുണ്ടാവും. ആരും മരുന്നില്ലാവുന്നത് വേറെ കാര്യം. ഉമ്മയും ഉപ്പയും മക്കളും ഭാര്യയും ജ്യേഷ്ഠനും അനുജനും കുടുംബക്കാരും കൂട്ടുകുടുംബക്കാരും എല്ലാവരും ഒരുമിച്ചുണ്ടാവുക. പണ്ട് സുന്നത്തല്യാണം ധരിക്കുമ്പോ നഷ്ടപ്പെട്ടു പോയ ആ തൊലി പോലും തിരിച്ചു വന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രേരിപ്പിക്കുക. എല്ലാം തിരിച്ചു കിട്ടും. അമലുകൾ മുഴുവൻ 2 തോളുകളിൽ ഉണ്ടാവും. അത് ആ പുനഃസംഗമത്തിന് ശേഷം പ്രിയപ്പെട്ടവരെ പിന്നീടൊരു വേർപാടുണ്ട്. ആ വേർപാടാണ് യഥാർത്ഥത്തിലുള്ള വേർപാട്. അതാണ് യഥാർത്ഥത്തിലുള്ള വിടപറയൽ. കുറച്ചാളുകൾ സ്വർഗത്തിലേക്ക് പോവുകയാണ്, കുറച്ചാളുകൾ നരകത്തിലേക്ക് പോവുകയാണ്, കുറച്ചാളുകൾ അറാഫിലേക്ക് പോവുകയാണ്. അവിടെ നിന്റെ ഉമ്മ ശിർക്ക് ചെയ്തവളാണെങ്കിൽ ആ വേർപാടിന് ശേഷം പിന്നെ ഉമ്മാനെ കാണുന്ന പ്രശ്നമില്ല. നിന്റെ ഉപ്പ ശിർക്ക് ചെയ്തവനാണെങ്കിൽ ആ വേർപാടിന് ശേഷം നിന്റെ ഉമ്മാനെ കാണുന്ന പ്രശ്നമില്ല. അവിടെ നിന്റെ ഭാര്യ ശിർക്ക് ചെയ്തവളാണെങ്കിൽ ആ വേർപാടിന് ശേഷം ഭാര്യയെ കാണുന്ന പ്രശ്നമില്ല.
നിന്റെ മക്കൾ ശിർക്ക് ചെയ്തവരാണെങ്കിൽ ആ വേർപാടിന് ശേഷം മക്കളെ കാണുന്ന പ്രശ്നമില്ല. ആ വേർപാടിന് ശേഷം പിന്നീട് ഒരു പുനഃസംഗമം ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ശിർക്ക് ചെയ്യാത്തവരാണെങ്കിലോ നരകാഗ്നിയിൽ കിടന്നവരുടെ പാപത്തിന്റെ ആദിത്യം മുഴുവൻ അനുഭവിച്ച് തീർത്തു കഴിഞ്ഞാൽ അല്ലാഹു ഒരു മോചനം നൽകാറുണ്ട്. ആ മോചനം നൽകി കഴിഞ്ഞാൽ അവർ പതിയെ സ്വർഗ്ഗത്തിലേക്ക് വരും. അവരെ കാണാൻ കഴിയും. എന്തൊക്കെ പാപങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിലും അല്ലാഹു ആ പാപങ്ങൾക്കുള്ള ശിക്ഷയെല്ലാം നൽകിയിട്ട് അവർ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുവരും. ശിർക്കില്ലെങ്കിൽ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ശിർക്കുണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാക്കിക്കോ, ജീവിതത്തിൽ ശിർക്കുണ്ടെങ്കിൽ ഒരിക്കലും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. കാലാകാലം ആ നരകത്തിലാണ്. റബ്ബേ കാക്കണേ അല്ലാ, ഞങ്ങളെ കാക്കണേ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കളെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ അയൽവാസികളെ, ഞങ്ങളുടെ കുടുംബക്കാരെ, ഞങ്ങളുടെ അധ്യാപകരെ കാത്തുരക്ഷിക്കണേ റബ്ബേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ തൗഹീദിന്റെ വക്താക്കളാവാനുള്ള ശ്രമം നടത്തുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമുക്ക് പറഞ്ഞു തരികയാണ്, ഖുൽ നബിയെ പറയുക, വിശ്വാസികളോട് മുഴുവനാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് ബാധിക്കുകയില്ല. അല്ലാഹു എഴുതിയതല്ലാതെ ഞങ്ങൾക്ക് ബാധിക്കുകയില്ല. അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അതുകൊണ്ട് അവരിൽ ഞങ്ങളിതാ പരമേൽപ്പിക്കുകയാണ്. അല്ലാഹു വിധിച്ചതല്ലാതെ ഒന്നും നമുക്ക് സംഭവിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖദൈത. അല്ലാഹുവേ, നീ തടഞ്ഞത് തരാൻ ആരുമില്ല റബ്ബേ, നീ തന്നത് തടയാനും ആരുമില്ല റബ്ബേ, നിന്റെ വിധിക്ക് തടയിടാൻ ആർക്കും സാധ്യമല്ല റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു തന്നമാരെയും ഭയപ്പെടേണ്ട, ഒരു വലിയമാരെയും ഭയപ്പെടേണ്ട, ഒരു ബാബമാരെയും ഭയപ്പെടേണ്ട, ഒരു ബീവിമാരെയും ഭയപ്പെടേണ്ട, ഒരു സാഹചര്യങ്ങളും ഭയപ്പെടേണ്ട, ഒരു പിശാചുക്കളെയും ഭയപ്പെടേണ്ട. റബ്ബിനെ മാത്രം ഭയപ്പെട്ടാൽ മതി, അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടാൽ മതി. ആ റബ്ബ് ഉദ്ദേശിച്ചാലല്ലാതെ ഒരു ശബ്ദം നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് ചില അവിശ്വാസികൾ ബഹുദൈവ ആരാധകർ വന്നിട്ട് പറയുകയാണ്, ഇന്നഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹതിനാ ബിസൂ. ഹൂദ് നബിക്ക് ചില അസുഖങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നു. അതാ ഹൂദ് നബിയുടെ അടുത്തേക്ക് ഈ പറയുന്ന അന്ധവിശ്വാസികൾ വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾക്ക് ദൈവങ്ങളുടെ പൊരുത്തക്കേടാണ്, ഞങ്ങളുടെ ഇലാഹുകളുടെ പൊരുത്തക്കേടാണെന്ന് ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്ന് അറിയുമോ? ഞാൻ അല്ലാഹുവിനെ സാക്ഷ്യം വഹിക്കുകയാണ്. നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊള്ളുക, അന്നീ ബരീഉം മിമ്മാ തുശ്രികൂൻ. നിങ്ങൾ ഈ പറയുന്ന ഇലാഹുകളെ ഒന്നും എനിക്ക് ഒരു പേടിയുമില്ല. നിങ്ങൾ ഈ പറയുന്ന ഇലാഹുകളെ ഒന്നും എനിക്കൊരു പേടിയില്ല. ഒരു പരീക്ഷ പുറത്തു വന്നിട്ട് വീട്ടിലേക്ക് ഒരാൾ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, വീടിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇവിടുന്ന് പെട്ടെന്ന് മാറിയിട്ടില്ലെങ്കിൽ ദുർമരണങ്ങൾ സംഭവിക്കും. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന സമാധാനമാവരുത്. പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മുടേത്, പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടേത്. അവിടെ അവരുടെ മുഖത്ത് നോക്കി പറയാൻ നമുക്ക് സാധിക്കണം, അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ, അല്ലാഹു എഴുതിയതല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല. ഹൂദ് നബി അവരോട് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? എന്താണ് നിങ്ങൾ ചെയ്തോ, ഞാൻ നിങ്ങളെ മൈൻഡ് ചെയ്യൂല. അല്ലാഹുവിൽ പരിമേൽപ്പിച്ചിരിക്കുന്നു. ഏത് അന്ധവിശ്വാസിയുടെ മുന്നിലും ഇങ്ങനെ പറയാൻ നമുക്ക് സാധിക്കണം. ഒരു അന്ധവിശ്വാസവും നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് തുളച്ച് കയറരുത് പ്രിയപ്പെട്ടവരെ. ഒരു അന്ധവിശ്വാസവും കയറരുത്, കയറാൻ അനുവദിക്കരുത്. ആ ഒരു നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. വീടിന്റെ പുറത്ത് അലിഫും ബാവും താവുമായി ഒരു മുട്ട കിട്ടിയാൽ നഷ്ടപ്പെട്ടു പോകുന്നതല്ല വിശ്വാസിയുടെ സമാധാനം എന്ന് നാം മനസ്സിലാക്കുക, എന്ന് നാം തിരിച്ചറിയുക. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോ നഷ്ടപ്പെട്ടു പോകുന്നതല്ല വിശ്വാസിയുടെ സമാധാനം എന്ന് നാം തിരിച്ചറിയുക. നാം അല്ലാഹുവിലാണ് തവക്കുലാക്കുന്നത്. ആർക്കെന്ത് ഉപദ്രവം നമുക്ക് ചെയ്യാൻ കഴിയണമെങ്കിലും അല്ലാഹു ഉദ്ദേശിച്ചാൽ കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സിഹ്ർ പോലെ അതുപോലെയുള്ള സംഗതികളിൽ നിന്ന് എങ്ങനെ കൃത്യമായി പ്രൊട്ടക്ഷൻ നേടാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാ നാം ഭയക്കണം?
പിന്നെ എന്തിന് നാം പേടിക്കണം, ആരെ നാം ഭയക്കണം, ആരിടത്തേക്ക് നാം പോകണം? പ്രിയപ്പെട്ടവരെ, കൃത്യമായി മനസ്സിലാക്കുക, മുസ്ലിമിന്റെ പ്രതീക്ഷ അല്ലാഹുവിൽ നിന്നാണ്, അവന്റെ ഭയവും അല്ലാഹുവിൽ മാത്രമാണ്. മറ്റൊരു ശക്തിക്കും വ്യക്തിക്കും വസ്തുതക്കും അവനെ ഭയപ്പെടുത്താൻ സാധ്യമല്ല. الذين آمنوا ولم يلبسوا إيمانهم بظلم വിശ്വസിച്ചവർ, അവരുടെ വിശ്വാസത്തിൽ ദുൽമ കലർത്താതെ പരിരക്ഷിച്ചവർ, ഉലൈക ലഹുൽ അംൻ, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്, അവരാകുന്നു നിർമാർഗം പ്രാപിച്ച ആളുകൾ. ആ നിർഭയത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ കറകളഞ്ഞ ആദർശത്തിലൂടെ നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. പരിപൂർണ്ണ മുവഹിദുകളാവുക പ്രിയപ്പെട്ടവരെ, തികഞ്ഞ മുവഹിദുകളാവുക. ശിർക്കിന്റെ സകല ലാഞ്ചനകളും ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും സംസാരവുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ പല ആളുകളും അസുഖങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അസുഖങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സിഹത്ത് എന്നുള്ളത്, ആരോഗ്യമെന്നുള്ളത്. ആരോഗ്യം നമ്മൾ എത്ര സംരക്ഷിക്കാൻ നോക്കിയാൽ നിലനിൽക്കില്ല. ചില ആളുകളൊക്കെ 4 കുടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര സ്പീഡ് എക്സർസൈസ് ഒക്കെ ചെയ്തോ, ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്തോ, പക്ഷെ ദുആ ഇല്ലെങ്കിൽ ആരോഗ്യം നിലനിൽക്കില്ല. ദുആ ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. മരണം വരെ ആരോഗ്യത്തോടെ നിലനിർത്തണയല്ല. വീടിനും കുടുംബത്തിനും നാട്ടാക്കും മഹലിനും ഭാരമാകുന്ന രീതിയിൽ ഈ ദുനിയാവിലിട്ട് അങ്ങനെ ആ ഒരു രീതിയിലുള്ള ജീവിതം എനിക്ക് നൽകല്ലേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. റബ്ബേ, ഞങ്ങളുടെയും ഞങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാരുടെയും അസുഖങ്ങൾക്ക് പരിപൂർണമായ ശിഫ നൽകണയല്ല. ആരോഗ്യത്തോടെ ആഫിയത്തോടെ നിന്നെ ഇബാദത്ത് ചെയ്ത് നിന്നിലേക്ക് മടങ്ങി വരുന്നതിന്റെ അവസാനത്തെ വഖത്തിലും സുജൂദും റുകൂഉം പൂർണ്ണമായി ചെയ്തുകൊണ്ട് നിസ്കരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണയല്ല. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, വളരെ